കഥ കഥ കസ്തൂരി ബിംബഭാഷയുടെ മഹാഭാരതം 186 അധ്യായത്തിലേക്കാണ് ഈ ആഴ്ച നമ്മൾ പ്രവേശിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞൊരു കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ്. ഈ കഥ കഥ കസ്തൂരി എന്ന് പറഞ്ഞ പേരിൽ ആവർത്തിച്ചിരിക്കുന്ന ഈ കഥ 185 അധ്യായങ്ങൾ അല്ലെങ്കിൽ 185 മണിക്കൂറുകളിലായിട്ട് മഹാഭാരതത്തിൻ്റെ കഥ, വ്യാസമഹാഭാരതത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം അവസാനിക്കാറായി, കഥയുടെ ഘടന അവസാനിക്കാറായി. ഇനി 1-2 അധ്യായങ്ങളിലായിട്ട് കഥയെ മൊത്തത്തിൽ, മഹാഭാരതത്തെ മൊത്തത്തിൽ ഒന്ന് ക്രോഡീകരിച്ച് ഒരു വിഹംഗ വീക്ഷണം നടത്തുന്ന ഒരു പണി മാത്രമേ ബാക്കിയുള്ളൂ. സ്വർഗാരോഹണം എന്ന് പറയുന്ന അവസാനത്തെ അധ്യായമാണ്, പർവ്വമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് 2-3 അധ്യായങ്ങൾ മാത്രമുള്ള ചെറിയ പർവ്വമാണ്. അതിൻ്റെ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് അവസാനിക്കുകയും ചെയ്യും. ഈ പറയുന്ന മഹാഭാരതത്തിലെ ഈ കഥയെ സമീപിച്ചിരിക്കുന്ന രീതി, വേദവ്യാസന്റെ മഹാഭാരതം ടെക്സ്റ്റിൽ അല്ലെങ്കിൽ സംസ്കൃത പാഠത്തിലുള്ള കഥ അതേപടി പറയുകയും അതിന് ശേഷം ആ കഥയെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയും ചെയ്യാന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിന് വേറെ ഒരു ചരിത്രത്തിൻ്റെയും യുക്തിയുടെയും ഒരു തലത്തിൽ നിന്നുകൊണ്ട് ആ കഥ എന്തായിരിക്കും പറയാൻ ശ്രമിക്കുന്നത് എന്ന് പരിശോധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിരൂപണം വായിക്കാനോ അല്ലെങ്കിൽ ഗഹനമായിട്ടുള്ള പഠനം വായിക്കാനോ കേൾക്കാനോ ഒന്നും താല്പര്യം ഇല്ലാത്ത ആളുകൾ, കഥ കേൾക്കാൻ മാത്രം താല്പര്യമുള്ള ആളുകളെയും ഇത് ആകർഷിച്ചിട്ടുണ്ട്. ഈ മഹാഭാരതത്തിൻ്റെ ഈ കഥ പറത്തിൽ ആകർഷിച്ചിട്ടുണ്ട്. കാരണം വ്യാസമഹാഭാരതത്തിലുള്ള ഏകദേശം മിക്കവാറും എല്ലാ കഥകളും പറയുന്നുണ്ട്, കഥയായിട്ട് തന്നെ പറയുന്നുണ്ട്. ആ കഥയുടെ, ഈ വ്യാസമഹാഭാരതത്തിൽ ഈ പറഞ്ഞ കഥയുടെ പുസ്തക രൂപത്തിലുള്ള മഹാഭാരതം കഥകളിലൂടെ ഒരു യാത്ര എന്ന് പറയുന്ന പുസ്തക രൂപത്തിലുള്ള 1-ാമത്തെ അധ്യായം ഇപ്പോൾ മാതൃഭൂമിയുടെ പ്രസിദ്ധീകരണത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. 700ഓളം പേജുകളുള്ള ആ പുസ്തകം മാർക്കറ്റിൽ ഇപ്പോൾ ലഭ്യമാണ്. ആ പുസ്തകത്തിൻ്റെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പല ആൾക്കാരും ഫോണിലൂടെ ബന്ധപ്പെടുന്നുണ്ട്, പലതരത്തിലും ചോദിക്കുന്നുണ്ട്. ഞാൻ വാട്സപ്പിൻ്റെ ചില പോസ്റ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുസ്തകം കിട്ടാനുള്ള മാർഗ്ഗം. എന്നാലും ആളുകൾ അത് വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഒന്നുകൂടെ പറയുകയാണ്. മാതൃഭൂമിയുടെ എല്ലാ കടകളിലും ബുക്ക് ഷോപ്പുകളിലും ഈ പുസ്തകം കിട്ടും. മഹാഭാരത കഥകളിലൂടെ ഒരു യാത്ര എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. അത് ഓൺലൈനായിട്ട് കിട്ടാനുള്ള ലിങ്ക് ഈ എപ്പിസോഡിൻ്റെ ആദ്യത്തെ ഒരു കമൻറ്റ് ആയിട്ട് ഇടുന്നതാണ്. മാത്രമല്ല, നേരിട്ട് പുസ്തകം അങ്ങനെ വേണം എന്നുള്ള ആളുകൾക്ക് മാതൃഭൂമി പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൻ്റെ മുഖവില 1300 രൂപയാണ് ഇട്ടിരിക്കുന്നത്. ആ പുസ്തകം നേരിട്ട് വേണം എന്നുള്ള ആളുകൾക്ക് 1000 രൂപ എൻ്റെ നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ പുസ്തകം പോസ്റ്റിലായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. കുറേ പേര്, ഒരു 10-70ഓളം ആളുകൾ ഇപ്പോൾ അങ്ങനെ ആവശ്യപ്പെട്ട് പുസ്തകം അയച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് കോപ്പി കൂടെ, ഞാൻ 100 കോപ്പി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കോപ്പിയോട് 10-30 കോപ്പിയോടെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ, ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് അങ്ങനെ പുസ്തകം കിട്ടാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ എനിക്ക് ഗൂഗിൾ പേ ചെയ്താലും പുസ്തകം ഞാൻ അയച്ചു തരും. 944 62 89 621 ഇതാണ് എൻ്റെ നമ്പർ. 9446289621 ഇതാണ് നമ്പർ. ഞാൻ അതുപോലെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നതാണ്. അങ്ങനെയും പുസ്തകം വാങ്ങിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പുസ്തകം നിങ്ങൾക്ക് എല്ലാ പ്രായക്കാർക്കും ഇഷ്ടപ്പെടും. എനിക്ക് അവസാനം കിട്ടിയ ഒരു റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോള്, എൻ്റെ സുഹൃത്തായ ടീച്ചറുടെ അധ്യാപികയുടെ മകൾ ഈ പുസ്തകം വായിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പോലും വായിച്ചാൽ രസകരമായിട്ട് വായിച്ചു പോകാൻ പറ്റുന്ന തരത്തിലാണ് ഈ പുസ്തകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ കഥ പറയുന്നത് അത്തരത്തിലാണ്. ഈ കഥ പറയും, അതിനെ യുക്തിപൂർവ്വം അനലൈസ് ചെയ്യുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പുസ്തകം നിങ്ങൾക്കൊരു ടൂളായിട്ട്, വ്യാസമഹാഭാരതത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഒരു ടൂളായിട്ട് ഉപകരിക്കും എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. നമ്മൾക്ക് നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ച കഥയുടെ സന്ദർഭത്തിലേക്ക് ഞാൻ വീണ്ടും വരികയാണ്. മഹാഭാരതം ഒരു പ്രശ്നസങ്കീർണമായിട്ടുള്ള ഒരു കഥ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ്, ഒരു പുരാവൃത്തമായിട്ട് നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ധർമ്മത്തെ വ്യാഖ്യാനിക്കാനാണ് മഹാഭാരതം ശ്രമിക്കുന്നത്. എന്താണ് ധർമ്മമെന്നും എന്താണ് അധർമ്മമെന്നും വ്യാഖ്യാനിക്കാനാണ് ശ്രമിക്കുന്നത്. മഹാഭാരതത്തിൽ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം, അത് വനപർവ്വത്തിലാണെങ്കിലും ശരി, ശാന്തിപർവ്വത്തിലാണെങ്കിലും ശരി, ഭീഷ്മപർവ്വത്തിലാണെങ്കിലും ശരി, ഉടനീളം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം, അധർമ്മം ചെയ്യുന്ന ആളുകൾ എന്തുകൊണ്ടാണ് എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി സന്തുഷ്ടരായിട്ട് ജീവിക്കുകയും ധർമ്മം ചെയ്യുന്നവരെന്തുകൊണ്ടാണ് വലിയ ദുരന്തത്തിലകപ്പെടുകയും ചെയ്യുന്നത് എന്ന ചോദ്യം.
അതിന് ഒരുപാട് പലതരത്തിലുള്ള മറുപടികളൊക്കെ പറയുന്നുണ്ട്. ധർമ്മം ചെയ്യുന്ന ആളുകൾ ഇവിടെ കഷ്ടപ്പെട്ടാലും സ്വർഗത്തിലെത്തുമ്പോൾ മരണാനന്തര ലോകത്തിൽ അവർക്ക് നന്മ അവരെ കാത്തിരിക്കുന്നുണ്ട്, ശാശ്വതമായ നന്മ കാത്തിരിക്കുന്നുണ്ട്. ഇവിടെ അധർമ്മം പ്രവർത്തിക്കുന്നവർക്ക് ഇവിടെ ഒരുപക്ഷെ സുഖം കിട്ടിയേക്കാം, മെച്ചപ്പെട്ട ജീവിതം കിട്ടിയേക്കാം, അവർക്ക് അധികാരം കിട്ടിയേക്കാം, അവർ രാജ്യം ഭരിച്ചേക്കാം. പക്ഷേ അവർ മരണാനന്തര ലോകത്തിലെത്തുമ്പോൾ അവർക്ക് വലിയ കഷ്ടപ്പാടായിരിക്കും അനുഭവിക്കേണ്ടി വരിക എന്നൊക്കെ പറയാറുണ്ട്. എല്ലാ പർവ്വങ്ങളിലും ആവർത്തിച്ച് വനപർവ്വത്തിലൊക്കെ പ്രത്യേകിച്ച് ഞങ്ങൾ എന്തുകൊണ്ട് ഈ കഷ്ടപ്പാട് അനുഭവിക്കുന്നു എന്ന് യുധിഷ്ഠിരനും ഭീമനും നകുലനും സഹദേവനും പാഞ്ചാലിയും ഒക്കെ പരസ്പരവും ചോദിക്കുന്നുണ്ട്. അവിടെ വരുന്ന കാട്ടിൽ വരുന്ന എല്ലാ മഹർഷിമാരോടും ചോദിക്കുന്നുണ്ട്. മാർക്കണ്ഡേയനോട് ചോദിക്കുന്നുണ്ട്, വേദവ്യാസനോട് ചോദിക്കുന്നുണ്ട്, നിരവധി മഹർഷിമാരോട് ചോദിക്കുന്നുണ്ട്. അവരൊക്കെ മറുപടിയും പറയുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് യുധിഷ്ഠിരനും പാണ്ഡവർക്കും അധികാരം കിട്ടി. 36 വർഷം അവർ രാജ്യം ഭരിച്ചു. തങ്ങളുടെ ദൗത്യം പൂർത്തീകരിച്ചു എന്നും തങ്ങൾക്ക് മരിക്കാനുള്ള അല്ലെങ്കിൽ ഈ രംഗം വിട്ടു പോകാനുള്ള ഈ അധികാരവും ഭരണവും ഒക്കെ ഉപേക്ഷിക്കാനുള്ള കാലമായിരിക്കുന്നു എന്നും തിരിച്ചറിഞ്ഞ് അവർ മഹാപ്രസ്ഥാനത്തിന് പോകുന്നു. മഹാപ്രസ്ഥാനത്തിൽ ഓരോരുത്തരായിട്ട് കൊഴിഞ്ഞു വീഴുന്നു. അവർ ചെയ്ത ഓരോ പാപങ്ങളെക്കുറിച്ച്, ചെറിയതെങ്കിലുമുള്ള പാപങ്ങളെക്കുറിച്ച് യുധിഷ്ഠിരൻ ഓർമ്മിക്കുന്നുണ്ട്. പാഞ്ചാലി ആദ്യം വീണു, സഹദേവൻ വീണു, നകുലൻ മരിച്ചു വീണു, അർജുനൻ മരിച്ചു വീണു, ഭീമൻ മരിച്ചു വീണു. അപ്പോഴൊക്കെയും ന്യായീകരണം പറയുന്നുണ്ട് യുധിഷ്ഠിരൻ. അങ്ങനെ അവസാനം യുധിഷ്ഠിരൻ, ധർമ്മത്തിന്റെ പ്രതിപുരുഷനായ യുധിഷ്ഠിരൻ ഉടലോടെ തന്നെ സ്വർഗത്തിലേക്ക് എത്തുകയാണ്. അവിടെ യുധിഷ്ഠിരനെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ജീവിച്ചിരിക്കുന്ന കാലത്തുടനീളം അധർമ്മം പ്രവർത്തിക്കുകയും അധികാരം കൈയാളുകയും ജീവിതത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കുകയും ചെയ്ത് മരിച്ചുപോയ ആളുകളുണ്ടല്ലോ, അവരൊക്കെ സ്വർഗത്തിലെത്തിയിരിക്കുന്നു എന്നും, എന്നാൽ ജീവിതത്തിലുടനീളം ധർമ്മത്തിന് വേണ്ടി വാശി പിടിച്ച് തോറ്റുകിടുകയും അധികാരം വേണ്ടെന്ന് വെക്കുകയും 13 വർഷം കാട്ടിലലയുകയും അവസാനം കഷ്ടപ്പെട്ട് യുദ്ധം ചെയ്ത് സ്വന്തം പ്രിയപ്പെട്ടവരെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ ത്യജിച്ച് രാജ്യം നേടുകയും ആ രാജ്യം ഭരിക്കുകയും ഒക്കെ ചെയ്ത് ധർമ്മത്തിന്റെ പക്ഷമാണ് തങ്ങൾ എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും എല്ലാ മഹർഷിമാരും അങ്ങനെ പറയുകയും അവതാര പുരുഷനായ കൃഷ്ണൻ പോലും അങ്ങനെ പറയുകയും ചെയ്തിട്ട് മരിച്ച് സ്വർഗത്തിലെത്തിയ സമയത്ത് തൻ്റെ ധർമ്മപക്ഷത്തുള്ള ആളുകളൊക്കെ നരകത്തിലാണ് എന്നും അധർമ്മപക്ഷത്തുള്ള കൗരവപക്ഷത്തുള്ള ദുര്യോധന്റെ പക്ഷക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ സ്വർഗത്തിലാണെന്നും കാണുമ്പോഴുള്ള ഒരു അങ്കലാപ്പാണ് യുധിഷ്ഠിരനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ് ധർമ്മം, ഏതാണ് അധർമ്മം എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു പ്രശ്ന സങ്കീർണമായിട്ടുള്ള അവസ്ഥയിലാണ് യുധിഷ്ഠിരൻ സ്വർഗത്തിൽ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മരിച്ചു കഴിഞ്ഞാൽ ഭൂമിയിലെ വൈരവും ഭൂമിയിലെ ശത്രുതയും പകയും ഒക്കെ അവസാനിപ്പിക്കണം എന്നാണ് സാധാരണ പറയാം. യുധിഷ്ഠിരനാണെങ്കിൽ മരിച്ചു കഴിഞ്ഞിട്ടും ഇതൊന്നും അവസാനിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പോൾ യുധിഷ്ഠിരൻ കണക്ക് വയ്ക്കുന്നത്, ദുര്യോധൻ എന്തുകൊണ്ട് ഇത്രയും ശ്രേഷ്ഠമായിട്ടുള്ള പദവി കിട്ടി, ദുര്യോധന്റെ സഹോദരന്മാർക്ക് എന്തുകൊണ്ട് ഇത്രയും ശ്രേഷ്ഠമായിട്ടുള്ള പദവി കിട്ടി, എൻ്റെ സഹോദരന്മാർക്കും എനിക്ക് വേണ്ടി പൊരുതിയവർക്കും എൻ്റെ പത്നിയായ പാഞ്ചാലിക്കും എന്തുകൊണ്ടാണ് ഈ സൗഭാഗ്യങ്ങൾ കിട്ടാതെ പോയത് എന്ന് നമ്മൾ ഭൂമിയിലൊക്കെ വാദിക്കുന്നത് പോലെ, ഭൂമിയിലെ മനുഷ്യൻ വാദിക്കുന്നത് പോലെ, ഞാൻ ഇത്രയൊക്കെ ചെയ്ത് എനിക്ക് ഇത്രയല്ലേ കിട്ടിയുള്ളൂ എന്ന ഈ ഒരു സ്വാർത്ഥതയുണ്ടല്ലോ, ആ സ്വാർത്ഥ ചിന്ത മരണാനന്തര ലോകത്തിലേക്കും യുധിഷ്ഠിരനെ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. കിം നു തത് കലുഷം കർമ്മകൃതമേഭിർ മഹാത്മഭി കർണേന ദ്രൗപദേയൈർവാ പാഞ്ചാല്യ വാ സുമധ്യയ യ ഇമേ പാപഗന്ധേ അസ്മിൻ ദേശേ സന്ധി സുദാരുണേ നഹി ജാനാമി സർവേഷാം ദുഷ്കൃതം പുണ്യകർമ്മം കിം കൃതം ധൃതരാഷ്ട്രസ്യ പുത്രോ രാജസുയോധന തഥാ ശ്രിയായുധം പാപസഹ സർവേ പദാനുഗൈ മഹേന്ദ്ര ഇവ ലക്ഷ്മീവാനാസ്തേ പരമപൂജിത കസ്യേതാനിം വികാരോ അയം ഇമേ നരകം ഗത. സ്വർഗ ആരോഹണ പർവ്വത്തിലെ 2ാമത്തെ അധ്യായത്തിലെ 43ാമത്തെ ശ്ലോകം മുതൽക്ക് ഉള്ളതാണ്. ദുർഗന്ധപൂരിതവും പാപഗന്ധം നിറഞ്ഞതുമായ ഈ പ്രദേശത്ത് വസിക്കേണ്ടി വരാൻ തക്ക വിധത്തിൽ കർണനും പാഞ്ചാലത്തിലെ രാജകുമാരി ദ്രൗപദിയും അവരുടെ പുത്രന്മാരും പാണ്ഡവപക്ഷത്തുള്ള എൻ്റെ സഹോദരന്മാരും എനിക്ക് വേണ്ടി യുദ്ധം ചെയ്തവരുമൊക്കെ ആളുകൾ എന്ത് അധർമ്മമാണ് പ്രവർത്തിച്ചത്. ഈ മനുഷ്യരോട് ചേർത്തു വെക്കാവുന്ന യാതൊരു തരത്തിലുള്ള ദുഷ്കൃതവും എനിക്ക് ഓർമ്മിക്കാൻ സാധിക്കുന്നില്ല. ഇവരെല്ലാം പുണ്യകർമ്മങ്ങൾ മാത്രം ചെയ്തിട്ടുള്ളവരും ധർമ്മം അനുസരിച്ച് ജീവിച്ചവരും ആയിരുന്നു എന്ന് അദ്ദേഹം യുധിഷ്ഠിരൻ തന്നോട് തന്നെയും ദേവന്മാരോടുമായിട്ടാണ് ചോദിക്കുന്നത്. ധൃതരാഷ്ട്രപുത്രന്മാരായ സുയോധനനും
അദ്ദേഹത്തിന്റെ പാപികളായ സഹോദരന്മാരും ഇത്തരത്തിൽ ഐശ്വര്യം നേടാൻ കഴിയുന്ന തരത്തിൽ എന്തു പുണ്യപ്രവൃത്തികളാണ് ഭൂമിയിൽ വെച്ച് അവർ ചെയ്തത് എന്നും യുധിഷ്ഠിരൻ ധർമ്മസങ്കടത്തോടെ ഓർമ്മിക്കുന്നുണ്ട്, ദേവന്മാരെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ലക്ഷ്മി ദേവി ഒത്തു വാഴുന്ന മഹേന്ദ്രനെ പോലെയാണ് സുയോധനൻ സ്വർഗത്തിൽ വസിക്കുന്നത്. എൻ്റെ സഹോദരന്മാരും എനിക്ക് വേണ്ടി പോരാടിയവരുമായ ധർമാത്മാക്കൾ എന്തു കാരണത്താലാണ് ഈ നരകത്തിൽ പതിച്ചു പോയത് എന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇങ്ങനെ യുധിഷ്ഠിരൻ അല്പസംഘർഷം കൊണ്ട് നിൽക്കുകയാണ് നരകത്തിൽ. ഈ നരകത്തിൽ എന്ന് പറയുന്നുണ്ടെങ്കിലും അത് തൽക്കാലം ജീവിക്കുന്ന ദുരന്തബാധിതമായ സ്ഥലത്തെക്കുറിച്ചുള്ള വിശേഷണവുമാവാം. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ മഹാപ്രസ്ഥാനം തുടങ്ങി മഹാപ്രസ്ഥാന പർവ്വത്തിൽ ഓരോരുത്തരായിട്ട് വീണു പോകുന്നു. അവസാനം യുധിഷ്ഠിരൻ മാത്രം ബാക്കിയാകുന്നു. ദേവേന്ദ്രനും മറ്റ് ദേവന്മാരും രഥവുമായിട്ട് വന്ന് യുധിഷ്ഠിരനെ ഉടലോടെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. യുധിഷ്ഠിരൻ സ്വർഗത്തിലെത്തുന്നു. അവിടെ തൻ്റെ സഹോദരന്മാരെ കാണാത്തത് കൊണ്ട് സഹോദരന്മാരുള്ള സ്ഥലത്തേക്ക് പോകണമെന്ന് വാശി പിടിക്കുന്നു. ദേവദൂതന്മാരോടൊപ്പം യുധിഷ്ഠിരനെ സഹോദരന്മാരുള്ള സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടുത്തെ ഒരു നരകവർണ്ണനയുണ്ട്. ആ നരകവർണ്ണന ദുർഗന്ധപൂരിതമായിട്ടുള്ള പ്രദേശമാണ്. മനുഷ്യരുടെ കയ്യും കാലും ഒക്കെ അറ്റ അവിടെ ഇവിടെയും കിടക്കുന്നുണ്ട്. കഴുകനും മറ്റു പക്ഷികളൊക്കെ ശവശരീരങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഇങ്ങനെയുള്ള ഇരുട്ടാണ് അവിടെ എല്ലാ സ്ഥലത്തും ഉള്ളത്. ചില പ്രത്യേക വൃക്ഷങ്ങൾ, ചുവന്ന പൂക്കൾ ഉണ്ടാവുന്ന മുള്ളുള്ള ചില വൃക്ഷങ്ങൾ അവിടെ പൂത്തു നിൽക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടാൽ ഒരു ചുടലപ്പറമ്പിന്റെ ഓർമ്മയാണ്. സത്യത്തിൽ നരകം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ചുടലപ്പറമ്പിന്റെ ഓർമ്മയാണ് നമ്മുടെ മനസ്സിലുണ്ടാക്കുക. സാധാരണ നമ്മൾ നരകവർണ്ണനകൾ വേറെ പല സ്ഥലത്തും വായിച്ചിട്ടുള്ള നരകവർണ്ണനകളൊക്കെ എണ്ണയിലിട്ട് പൊരിക്കുക, അങ്ങനെ വലിയ വലിയ ക്രൂരകൃത്യങ്ങളുണ്ടല്ലോ. ഈ മുഴിനാര് കൊണ്ട് പാലം ഇടുക, എണ്ണയിലിട്ട് പൊരിക്കുക, ഇങ്ങനെ വേറെ ഒരു കൂട്ടം ആൾക്കാർ നരകത്തിലെ ശിക്ഷ നടപ്പിലാക്കാനുള്ള ഒരു പോലീസിങ് ഫോഴ്സ് അല്ലെങ്കിൽ അത് നടപ്പിലാക്കാനുള്ള യമകിങ്കരന്മാരായിട്ടുള്ള കുറെ ആളുകളുടെ സാന്നിധ്യം നമുക്ക് മഹാഭാരതത്തിലെ നരകവർണ്ണനയിൽ കാണാനേ സാധിക്കില്ല. അവിടെയുള്ള നരകത്തിലുള്ള പ്രത്യേകതകളൊക്കെ തന്നെ ഒന്നുകിൽ ഭൂമിശാസ്ത്രപരമാണ്, കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ടാണ്. അവിടെ പാറയുണ്ട്, രൂക്ഷമായിട്ടുള്ള വരൾച്ചയുള്ള പ്രദേശമാണ്. അങ്ങനെ പാറയുടെ മൂർച്ച, അങ്ങനെ കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രത്യേകതകളുണ്ട്, സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകതകളുണ്ട്. ഇതൊക്കെയാണ് കാണുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, നേരത്തെ നമ്മൾ ധൃതരാഷ്ട്രവും ഗാന്ധാരിയും കുന്തിയും വിതുരരുമൊക്കെ വാനപ്രസ്ഥം സ്വീകരിച്ചുകൊണ്ട് പോയ സമയത്ത് അതിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ അവർ മരിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് വിതുരര് മരിക്കുന്ന ഒരു സന്ദർഭത്തിലൊക്കെ വർണ്ണിക്കുന്ന ഒരു ഭൂപ്രദേശമുണ്ട്. ആ ഭൂപ്രദേശത്തിന്റെ പ്രത്യേകത അത് അങ്ങേയറ്റം പ്രാകൃതമാണ്. ആരും ആരെയും സഹായിക്കില്ല. അവിടെ വിതുരര് മരിക്കുന്നത് മൃഗത്തെ പോലെയാണ്. ഒരു കാക്ക ചാവുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു പട്ടി ചാവുന്നത് പോലെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൃഗം അതിന്റെ പ്രായം എത്തിയിട്ട് ചാവുന്നത് പോലെ ദയനീയമായിട്ട് ചാവുകയാണ് ചെയ്യുന്നത്. പട്ടിണി കിടന്നും എല്ലും തോലുമായിട്ടും വസ്ത്രം ഇല്ലാതെയും അലഞ്ഞു തിരിഞ്ഞ് ചത്തു വീഴുന്നതിന്റെ മുമ്പ് തന്നെ കഴുകനടക്കമുള്ള ജീവനുള്ള മറ്റു പക്ഷികൾ കൊത്തി വലിക്കുകയും ചെയ്യുന്നുണ്ട്. ശരീരാവയവങ്ങളൊക്കെ കൊത്തി വലിക്കുന്നുണ്ട്. മറ്റൊരു ഭാഗത്താണെങ്കിൽ ധൃതരാഷ്ട്രവും ഗാന്ധാരിയും മരിക്കുന്നതാണെങ്കിൽ അവർക്ക് പട്ടിണി കിടന്ന് എണീറ്റ് നയങ്ങാൻ പോലും പറ്റാത്ത അത്രയും ക്ഷീണിച്ച് എല്ലും തോലുമായ ഒരു അവസ്ഥയിൽ കാട്ടുതീ വരുമ്പോൾ ആ കാട്ടുതീയിൽ നിന്ന് ഇഴഞ്ഞ് രക്ഷപ്പെടാൻ പോലും, ഓടി രക്ഷപ്പെടാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ തീയിൽപ്പെട്ട് മരിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മനുഷ്യരിങ്ങനെ വാനപ്രസ്ഥം സ്വീകരിച്ച് മഹാപ്രസ്ഥാനം സ്വീകരിച്ചൊക്കെ കാട്ടിലേക്ക് പോയ കുറേ മനുഷ്യർ, വൃദ്ധരായ കുറേ മനുഷ്യർ, അഗതികളായിട്ടുള്ള മനുഷ്യർ, അവർ കാടിന്റെ ഒരു വളരെ ക്രൂരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ പക്ഷികളും മൃഗങ്ങളും കാട്ടുമൃഗങ്ങളും ഒക്കെ കൊത്തിപ്പറയ്ക്കുന്ന ഒരവസ്ഥയിൽ ആവശ്യത്തിന് ഭക്ഷണം പോലും കിട്ടാതെ അവിടെ നരകയാതന അനുഭവിച്ചുകൊണ്ട് മരിച്ചു വീണ ഒരു ഭൂപ്രദേശത്തേക്ക് അല്പം ബോധമുള്ള ഒരാൾ ചെന്നാൽ എങ്ങനെ ഇരിക്കും? ആ ഒരു കാഴ്ചയാണ് യഥാർത്ഥത്തിൽ യുധിഷ്ഠിരൻ ഇവിടെ നരകമായിട്ട് കാണുന്നത് എന്നർത്ഥം. എന്ന് വെച്ചാൽ മഹാപ്രസ്ഥാനം സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ വാനപ്രസ്ഥം സ്വീകരിച്ചുകൊണ്ട് കാട്ടിലേക്ക് പോകുന്ന പ്രായമായ മനുഷ്യന്മാർ, അവർ രാജാക്കന്മാരായിട്ടുള്ളവരുണ്ടാവും, അധികാരം നഷ്ടപ്പെട്ടവരുണ്ടാവും, ഏതൊക്കെയോ തരത്തിലുണ്ടാവും. വേറെ നിവൃത്തിയില്ലാതെ കാട്ടിലേക്ക് പോകണം. ആ കാട്ടിലേക്ക് പോകുന്ന മനുഷ്യർ അവിടെ കിടന്ന് ജീവൻ നിലനിർത്താൻ വേണ്ടി പടപൊരുതി പ്രകൃതിയുടെ ക്രൂരമായിട്ടുള്ള അവസ്ഥകളോടും മൃഗങ്ങളോടും
പോരാടി മരിച്ചു വീണ് ശരീരാവയവങ്ങൾ പല സ്ഥലത്തായിട്ട് ചെതറിക്കിടക്കുന്ന ഒരു ഭൂപ്രദേശം തന്നെയാണ് മഹാഭാരതത്തിലെ നരകം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് ഭൂമിയിൽ നിന്നും പുറത്തു പോയിട്ടുള്ളൊരു നരകമല്ല, ഭൂമിയിൽ തന്നെയുള്ള വേണ്ടത്ര സംരക്ഷണമില്ലാത്ത ഒരു ജീവിതാവസ്ഥയാണ്. അതല്ലെങ്കിൽ ഇവിടെ ഈ നരകം എന്ന് പറയുന്നത് പ്രകൃതിയിലെ ഏറ്റവും ക്രൂരമായിട്ടുള്ളൊരു അവസ്ഥയാണ് എന്നും പറയാം. ഈ മഹാപ്രസ്ഥാനത്തിന്റെ വാനപ്രസ്ഥത്തിന്റെ ഈ അവസ്ഥ എന്ന് പറയുന്നത് സംസ്കാരത്തിന്റെ യാതൊരു സംരക്ഷണവുമില്ല, പ്രായമായവരെ സംരക്ഷിക്കാൻ വീടില്ല, സർക്കാരില്ല, മറ്റ് അഗതി മന്ദിരങ്ങളില്ല, ഇങ്ങനെയൊന്നുമില്ലാതെ സ്വന്തം ഭക്ഷണം ഇര തേടാൻ പോലും സാധിക്കാത്ത തരത്തിൽ രോഗികളും വൃദ്ധരുമായ മനുഷ്യര് ഈ കാട്ടിൽ കിടന്ന് സ്വമേധയാ മരിച്ചു പോകുന്നതിന്റെ അവസ്ഥയെക്കുറിച്ച് തന്നെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് അർത്ഥം. സർവധർമ്മവിദു ശൂര സത്യാഗമപരായണ ക്ഷാത്രധർമ്മപരാ പ്രാജ്ഞായജ്വാനേ ഭൂരി ദക്ഷിണ. കർണനും ഭീമനും അർജുനനും നകുല സഹദേവന്മാരും അടക്കമുള്ളവരെല്ലാം വീരന്മാരായിരുന്നു, സർവധർമ്മങ്ങളും അറിയുന്നവരായിരുന്നു, ശൂരന്മാരും സത്യാഗമപരായണന്മാർ അഥവാ സത്യവും ആഗമവും, ആഗമം എന്ന് പറഞ്ഞാൽ വേദമാണ്, വേദവും അറിയുന്നവരും ക്ഷാത്രധർമ്മത്തിൽ മുഴുകിയവരും ജ്ഞാനികളും നിരവധി യജ്ഞങ്ങൾ അനുഷ്ഠിച്ചവരും ബ്രാഹ്മണർക്ക് ധാരാളമായിട്ട് ദക്ഷിണ നൽകിയിരുന്നവരും ഒക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം ഈ അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത്. കിം नु സുപ്തോ അസ്മി ജാഗർമി ചേതയാനോ ന ചേതയേ അഹോ ചിത്തവികാരോ അയം സ്യാദ്വാമേ ചിത്തവിഭ്രമ. ഞാനിപ്പോ ഉറങ്ങുകയാണോ? കിം नु സുപ്തോ അസ്മി, അതോ ഉണർന്നിരിക്കുകയാണോ? ജാഗർമി ചേതയാനോ ന ചേതയേ, ബോധത്തോടെയാണോ ഞാൻ നിലനിൽക്കുന്നത് അതോ അബോധാവസ്ഥയിലാണോ ഞാൻ? അഹോ ചിത്തവികാരോ അയം സ്യാദ്വാമേ ചിത്തവിഭ്രമ. ഇതെല്ലാം ഞാൻ, എൻ്റെ മനസ്സ് നല്ല അവസ്ഥയിലാണോ അല്ലെങ്കിൽ എനിക്ക് ചിത്തഭ്രമം പിടിപെട്ടിട്ടുണ്ടോ? എൻ്റെ മനസ്സിലെ മിഥ്യാഭ്രമങ്ങൾ മാത്രമാണോ ഇതെല്ലാം? ബുദ്ധിയുടെ ഭ്രമം കൊണ്ട്, മാനസിക രോഗം വന്നതുകൊണ്ട് സംഭവിച്ച ഒരു തോന്നൽ മാത്രമാണോ ഇതെല്ലാം? എനിക്ക് ചിത്തഭ്രമം ബാധിച്ചതാണോ എന്നെല്ലാം യുധിഷ്ഠിരൻ സംശയിക്കുന്നുണ്ട്. ഇങ്ങനെ ദുഃഖശോക സമാവിഷ്ടനും ചിന്താവ്യാകുലമായ ഇന്ദ്രിയങ്ങളോടെ യുധിഷ്ഠിരൻ ഏറെ നേരം ഒന്നും ചെയ്യാനാവാതെ നിന്നുപോയി എന്ന് പറയുന്നുണ്ട്. ഈ അവസ്ഥയ്ക്ക്, തൻ്റെ കാഴ്ചയ്ക്ക് യുക്തിക്കപ്പുറത്ത് അല്ലെങ്കിൽ ഒരു യുക്തിയില്ലായ്മയുടെ തലം ഇവിടെ കാണുന്നുണ്ട്. ചിലപ്പോൾ ഇതെല്ലാം എൻ്റെ തോന്നലായിരിക്കാം, എൻ്റെ മാനസിക വിഭ്രമം കൊണ്ട് തോന്നുന്നതായിരിക്കാം എന്നൊരു സാധ്യത കൂടി ഈ നരക വർണ്ണനകളിൽ, നരകത്തെക്കുറിച്ചുള്ള ഈ കാഴ്ചകളിൽ അവശേഷിക്കുന്നുണ്ട്. ഭൂമിയിലെ തന്നെ കടുപ്പമേറിയ ഒരു അവസ്ഥ എനിക്ക് നരകമായിട്ട് തോന്നുന്നതും ആവാം, എൻ്റെ മനോനില തെറ്റിയതുകൊണ്ട് എനിക്ക് നരകമായിട്ട് തോന്നുന്നതും ആവാം എന്നും ഇതിന് അർത്ഥം പറയാം. ഇവിടെ വേറെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ബാക്കി എല്ലാ ആളുകളും മരിച്ചതിന് ശേഷമാണ്, ആത്മാക്കളാണ് സ്വർഗത്തിലെത്തുന്നത്. ഇവിടെ സ്വർഗത്തിലെത്തുന്നതും ആ സ്വർഗത്തിൽ നിന്നുകൊണ്ട് തനിക്ക് സഹോദരന്മാരെ കാണണമെന്ന് പറയുന്നതും നരകത്തെ വീക്ഷിക്കുന്നതുമൊക്കെ ജീവനോടെയുള്ള, ശരീരത്തോടെയുള്ള യുധിഷ്ഠിരൻ തന്നെയാണ്, ആത്മാവല്ല എന്നത്. സ്വാഭാവികമായിട്ടും തൻ്റെ സഹോദരന്മാരും തൻ്റെ ബന്ധുക്കളുമൊക്കെ വീണ് മരിച്ചു കിടക്കുന്ന ഒരു ഭൂപ്രദേശം തന്നെ, ദുർഗന്ധപൂരിതമായിട്ടുള്ള ശവശരീരങ്ങൾ ചിന്നിച്ചിതറിക്കിടക്കുന്ന, ശരീരത്തിൻ്റെ അവയവങ്ങൾ കഴുകനും മറ്റു മൃഗങ്ങളും കടിച്ചു വലിച്ചു കൊണ്ടുപോയതിൻ്റെ ബാക്കി ചിതറിക്കിടക്കുന്ന ഒരു ഭൂപ്രദേശത്ത് എത്തിയ ഒരു മനുഷ്യൻ്റെ, ബോധമുള്ള മനുഷ്യൻ്റെ അവസ്ഥയും ആവാം ഈ നരകവർണ്ണന അല്ലെങ്കിൽ നരകത്തെക്കുറിച്ചുള്ള ഈ യുധിഷ്ഠിരൻ്റെ ഈ കാഴ്ച എന്നർത്ഥം. ക്രോധം ആഹരയച്ചൈവ തീവ്രം ധർമ്മസുതോ നൃപ ദേവാംശ്ച ഗർഹയാമാസ ധർമ്മം ചൈവ യുധിഷ്ഠിര. ധർമ്മപുത്രനായ യുധിഷ്ഠിരന് പിന്നീട് അതികഠിനമായ ക്രോധം വന്നു, കോപം വന്നു. അദ്ദേഹം ദേവന്മാരെയും ധർമ്മത്തെ തന്നെയും നിന്ദിക്കാനും കുറ്റപ്പെടുത്താനും തുടങ്ങി. ദേവാംശ്ച ഗർവയാം, ദേവന്മാരെ തന്നെ ഗർഹണീയമായിട്ടുള്ള തരത്തിൽ, അധിക്ഷേപകരമായിട്ടുള്ള തരത്തിൽ അവരോട് സംസാരിക്കാൻ തുടങ്ങി. ദേവാംശ്ച ഗർവയാ ആസ ധർമ്മം ചെയ്വ, ദേവന്മാരെയും ധർമ്മത്തെയും കുറ്റപ്പെടുത്താനും അധിക്ഷേപിക്കാനും തുടങ്ങി എന്നർത്ഥം. തീവ്രമായ ദുർഗന്ധത്താൽ സന്തപ്തനായ യുധിഷ്ഠിരൻ പിന്നീട് തനിക്ക് വഴി കാണിക്കാൻ കൂടെ വന്ന ദേവദൂതനോട് ഇങ്ങനെ പറഞ്ഞു, അല്ലയോ ദേവദൂത,
താങ്കളെ ദൂതനായി പറഞ്ഞയച്ച ആ ദേവന്മാരുടെ അടുത്തേക്ക് തിരിച്ചു പോയിക്കൊള്ളുക. എന്നിട്ട് അവരോട് പറയുക, നഹ്യ അഹം തത്രയാസ്യാമി അസ്മ്യാമി സ്ഥിതോ അസ്മി നിവേദ്യതാം മത് സംശയാദിമ ദൂത സുഖിനോ ഭ്രാതരോഹിമേ. അവർ നിലനിൽക്കുന്ന സ്ഥലത്തേക്ക്, ആ ദേവന്മാർ നിലനിൽക്കുന്ന സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ആ ദേവന്മാരുടെ സ്വർഗത്തിലേക്ക് ഞാൻ തിരിച്ചു വരുന്നില്ല എന്ന കാര്യം അവരെ അറിയിക്കുക. നഹ്യത്ര നഹ്യഹം തത്ര യസ്മ്യാമി, അവര് നിൽക്കുന്ന യസ്മ്യാമി സ്ഥിതോ, ആ ദേവന്മാർ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു ചെല്ലുന്നില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ സാമീപ്യത്താൽ എൻ്റെ സഹോദരന്മാർക്ക് ഇവിടെ അല്പം സുഖം അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, യുധിഷ്ഠിരന് ആദ്യം തിരിച്ചു പോകാൻ തുടങ്ങിയതാണ്. യുധിഷ്ഠിരന് ആദ്യം ഈ ദുർഗന്ധപൂരിതമായിട്ടുള്ള ഈ ഇരുണ്ട ഈ നരക ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകാൻ വേണ്ടി ഒരു കാല് പിറകോട്ട് വെച്ചതാണ്. അപ്പോഴാണ് കർണോഹം, ഭീമോഹം, നകുലോഹം, ഞാൻ കർണനാണ്, ഞാൻ നകുലനാണ്, ഞാൻ ഭീമനാണ് എന്നൊക്കെ പറഞ്ഞ് സഹോദരന്മാരുടെ കരച്ചിൽ കേൾക്കുന്നതും താങ്കൾ ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ആശ്വാസം തോന്നുന്നുണ്ട് എന്ന് ഇവർ പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ നിൽക്കാൻ തീരുമാനിക്കുന്നത്. അതും കൂടെ ഓർമ്മിച്ചുകൊണ്ടാണ് യുധിഷ്ഠിരൻ പറയുന്നത്, എൻ്റെ സാമീപ്യത്താൽ എൻ്റെ സഹോദരന്മാർക്ക് ഇവിടെ അല്പം സുഖം അനുഭവപ്പെടുന്നുണ്ട്. അത് കാരണത്താൽ ഞാൻ ഇവിടെ തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നത്. അക്കാര്യം താങ്കൾ ചെന്ന് അവരെ അറിയിക്കുക. ഇങ്ങനെ യുധിഷ്ഠിരൻ തന്റെ തീരുമാനം അറിയിച്ചത് കേട്ട് ദേവദൂതൻ ദേവേന്ദ്രന്റെ സമീപത്തിലേക്ക് തിരിച്ചുപോയി. എന്താണ് ധർമ്മപുത്രരായ യുധിഷ്ഠിരൻ പറഞ്ഞയച്ചത് എന്നും ഏതു പ്രകാരത്തിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത് എന്നും ദേവദൂതൻ ദേവേന്ദ്രനെ അറിയിച്ചു. സ്ഥിതേ മുഹൂർത്തം പാർത്ഥേതു ധർമ്മരാജ്യേ യുധിഷ്ഠിരേ ആജഗ്മസ്തത്ര കൗരവ്യ ദേവാഹ ശക്രം പുരോഗമാഹ. അവിടെ ദുർഗന്ധപൂരിതമായ നരകത്തിൽ ഒരു മുഹൂർത്ത നേരം പോലും യുധിഷ്ഠിരൻ നിൽക്കേണ്ടി വന്നില്ല. അതിനു മുമ്പ് തന്നെ ദേവരാജനായ ഇന്ദ്രനും മറ്റെല്ലാ ദേവന്മാരും ഒരുമിച്ച് യുധിഷ്ഠിരന്റെ മുന്നിലെത്തി എന്നാണ് പിന്നീട് കഥ തുടരുന്നത്. സ്വർഗാരോഹണത്തിന്റെ 3-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകം അങ്ങനെയാണ് തുടരുന്നത്. ധർമ്മരാജാവും യുധിഷ്ഠിരനെ കാണുന്നതിന് വേണ്ടി സ്വന്തം രൂപത്തിൽ തന്നെ അവിടെ പ്രത്യക്ഷപ്പെട്ടതായിട്ട് പറയുന്നുണ്ട്. ദേവന്മാരെത്തിയതോടെ ആ ശ്മശാന ഭൂമിയിൽ ഉണ്ടായിരുന്ന ഇരുട്ട് അപ്രത്യക്ഷമായി എന്നും അവിടെ വെളിച്ചം പരന്നു എന്നും പാപകർമ്മങ്ങളുടെ ഫലമായി അവിടെ കാണപ്പെട്ട ശവശരീരങ്ങളും രക്തവും കൃമികീടങ്ങളും അടക്കമുള്ള എല്ലാ ദുരന്ത ദൃശ്യങ്ങളും അപ്രത്യക്ഷമായി എന്നും നരകത്തിലെ തിളയ്ക്കുന്ന വെള്ളത്തോടു കൂടിയ വൈതരണി എന്ന നദിയും അവിടുത്തെ ശാൽമല വൃക്ഷവും, ചുവന്ന പൂക്കൾ ഉണ്ടാവുന്ന ശാൽമല വൃക്ഷവും അപ്രത്യക്ഷമായി എന്നും പറയുന്നുണ്ട്. നരകത്തിൽ ലോഹകുംഭങ്ങളും ഇരുമ്പ് ശിലകളും കാണാതെയായി എന്ന് പറയുന്നുണ്ട്. അവിടെ ചിതറിക്കിടന്നിരുന്ന വികൃതമായ ശരീരാവശിഷ്ടങ്ങളും കാണാതെയായി എന്ന് വിവരിക്കുന്നുണ്ട്. തതോ വായുസുഖസ്പർശ പുണ്യഗന്ധവഹ ശിവ ബവൗ ദേവസമീപസ്ഥ ശീതലോ അതീവ ഭാരത. ദേവന്മാരുടെ സാമീപ്യം ഉണ്ടായതോടെ അവിടെ ശീതളവും സുഖസ്പർശനീയവും പുണ്യഗന്ധത്തോടു കൂടിയതുമായ കാറ്റ് വീശാൻ തുടങ്ങി. നേരത്തെ ഉണ്ടായിരുന്ന ദുർഗന്ധം അവസാനിച്ചു. മരുത്ത്, ഇന്ദ്രൻ, വസുക്കൾ, അശ്വനി ദേവന്മാർ, സാധ്യന്മാർ, രുദ്രൻ, ആദിത്യൻ തുടങ്ങി സ്വർഗത്തിലുള്ള സകല ദേവന്മാരും ഋഷിമാരും സന്യാസിമാരും ഒക്കെ യുധിഷ്ഠിരന് ചുറ്റും വന്ന് നിരന്നു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ദേവന്മാരുടെ ദേവനായ ശക്രൻ അഥവാ ദേവേന്ദ്രൻ യുധിഷ്ഠിരനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചു. യുധിഷ്ഠിര മഹാബാഹോ പ്രീതാ ദേവഗണാസ്തവ യഹ്യേഹി പുരുഷവ്യാഘ്ര കൃതം ഏതാവതാ വിഭോ സിദ്ധി പ്രാപ്താത്വയി രാജം ലോകാംശ്ചാപ്യക്ഷയാസ്തവ. മഹാബാഹുവായ അല്ല യുധിഷ്ഠിര, ദേവഗണങ്ങൾ നിന്നിൽ പ്രീതരായിരിക്കുന്നു. അതുകൊണ്ടാണ് താങ്കളെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരുന്ന ആളെ പറഞ്ഞയച്ചതും ഒരിക്കലും ക്ഷയിച്ചു പോവാത്ത നന്മകളാൽ താങ്കളെ സേവിക്കാൻ വേണ്ടി ഉള്ള ഏർപ്പാടുകൾ ചെയ്തു. ഒരിക്കലും ക്ഷയിച്ചു പോകാത്ത പുണ്യവും ഈ സ്വർഗലോകവും ഇപ്പോൾ താങ്കളുടേതായിരിക്കുന്നു. താങ്കൾ കോപിക്കേണ്ടതായ യാതൊരു കാര്യവുമില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാലും എന്ന് ദേവരാജൻ പറയുകയാണ്. അവശ്യം നരകസ്ഥാത ദ്രഷ്ടവ്യ സർവരാജഭി ശുഭാനാം അശുഭാനാം ച ദൗരാശീ പുരുഷർഷഭ.
യപൂർവം സുഹൃതം ഭുങ്ക്തേ പശ്ചാൻ നിരയമേതി സ പൂർവം നരകഭാഗ്യസ്തു പശ്ചാത് സ്വർഗം വേദി സ. എല്ലാ രാജാക്കന്മാരും അവശ്യമായിട്ടും നരകം കാണേണ്ടി വരും. ഇതാണ് ദേവേന്ദ്രൻ പറയുന്ന ഒരു കാര്യം. അവശ്യം നരകസ്ഥാത ദ്രഷ്ടവ്യ സർവരാജഭി. എല്ലാ രാജാക്കന്മാരും അധികാരം കൈയാളുന്ന ആൾക്കാരാണ്. ദണ്ഡനീതി നടപ്പിലാക്കുന്ന ആൾക്കാരാണ്. അധികാരം കൈയാളുന്നവർക്ക് മറ്റുള്ളവരെ ദ്രോഹിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അവരെത്ര തന്നെ സാത്വിക ഗുണങ്ങളുള്ള ആൾക്കാരാണെങ്കിലും അവർക്ക് മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ, ദ്രോഹിക്കാതെ, വേദനിപ്പിക്കാതെ, കൊല്ലാതെ, പീഡിപ്പിക്കാതെ ഒന്നും ജീവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അവശ്യം നരകസ്ഥാത ദ്രഷ്ടവ്യ സർവരാജ്യഭി. എല്ലാ രാജാക്കന്മാരും അവശ്യമായിട്ടും നിർബന്ധമായിട്ടും തീർച്ചയായിട്ടും നരകം കാണേണ്ടി വരും. അക്കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ആദ്യം സുഹൃതഫലം അഥവാ സ്വർഗം ഭുജിക്കുന്നവർക്ക് ഒടുവിൽ നരകം ഭുജിക്കേണ്ടി വരും. അതുപോലെ ആരാണോ ആദ്യം നരകം അനുഭവിക്കുന്നത് അവർക്ക് പിന്നീട് സ്വർഗം അനുഭവിക്കാറാവുകയും ചെയ്യും. ആരാണോ കൂടുതൽ പാപങ്ങൾ ചെയ്തു കൂട്ടിയത് അവർക്ക് ആദ്യം സ്വർഗം അനുഭവിക്കാറാവുകയും പിന്നീട് നരകത്തിൽ വസിക്കേണ്ടതായി വരികയും ചെയ്യും. ഇക്കാരണത്താൽ താങ്കളുടെ നന്മ ലക്ഷ്യം വെച്ചാണ് നരകത്തിന്റെ ഒരു വിഹഗ വീക്ഷണം താങ്കൾക്ക് ലഭിക്കത്തക്ക രീതിയിൽ ഞാൻ പെരുമാറിയത് എന്ന് ദേവേന്ദ്രൻ യുധിഷ്ഠിരനോട് പറയുന്നുണ്ട്. താങ്കൾ ജീവിതത്തിൽ ചെയ്തു പോയ ചെറിയ ചെറിയ കളവുകളുടെയും അധർമ്മങ്ങളുടെയും ഫലമാണ് അത്. അതുകൊണ്ടാണ് ഒരു നിമിഷമാത്ര നേരത്തേക്കെങ്കിലും താങ്കൾക്ക് നരകം കാണാൻ ഇടയായത് എന്നും ദേവേന്ദ്രൻ വിശദീകരിക്കുന്നുണ്ട്. വ്യാജേന ഹിത്വയാ ദ്രോണ ഉപചരണേ സുതം പ്രതി വ്യാജേനൈവത്തതോ രാജൻ ദർശിതോ നരകസ്തവ. താങ്കൾ വ്യാജമായിട്ടൊരു കാര്യം ചെയ്തിട്ടുണ്ട്. എന്താണ്? ദ്രോണപുത്രൻ വധിക്കപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത ദ്രോണരെ അറിയിച്ചത് താങ്കൾ വ്യാജമായിട്ട് ചെയ്ത പ്രവൃത്തിയായിരുന്നു. അശ്വത്ഥാമ ഹത എന്ന് പറയുന്നുണ്ടല്ലോ, കുഞ്ചര എന്ന് അശ്വത്ഥാമാവ് എന്ന് പേരുള്ള ആന മരണപ്പെട്ടു എന്ന് പറയുമ്പോഴും ആ ആന എന്ന ഭാഗം കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശംഖ് ഊതി ആ ഭാഗം കേൾക്കാതെയാക്കുന്നതും അശ്വത്ഥാമാവ് മരിച്ചു എന്ന് കരുതി ദ്രോണാചാര്യർ ആയുധം വെച്ച് മരണത്തെ വരിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നതൊക്കെ ആണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ വ്യാജേന ഹിത്വയാ ദ്രോണ ഉപചീരണ സുതം പ്രതി. ദ്രോണന്റെ മകൻ മരിച്ചുപോയി എന്ന കാര്യം ദ്രോണരെ താങ്കൾ അറിയിച്ചത് വ്യാജേനയാണ്. താങ്കൾക്ക് അറിയാമായിരുന്നു യഥാർത്ഥത്തിൽ ദ്രോണരുടെ മകൻ അശ്വത്ഥാമാവ് മരിച്ചിട്ടില്ല എന്നും ഈ അശ്വത്ഥാമാവ് വെറുതെ ദ്രോണരെ പറ്റിക്കാൻ വേണ്ടി ഏതോ ഒരു ആനയ്ക്ക് അശ്വത്ഥാമാവ് എന്ന് പേരിട്ട് അപ്പം തന്നെ അതിനെ കൊന്നുകളയാണ് ചെയ്തത് എന്നുള്ള കാര്യം താങ്കൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. പക്ഷെ താങ്കൾ വ്യാജം പ്രവർത്തിച്ചുകൊണ്ട് കുരുക്ഷേത്ര യുദ്ധത്തിൽ ദ്രോണരെ പരാജയപ്പെടുത്താൻ വേണ്ടി താങ്കൾ വ്യാജം പ്രവർത്തിച്ചുകൊണ്ട് ദ്രോണരുടെ പുത്രൻ മരണപ്പെട്ടു എന്ന് കളവ് പറഞ്ഞു. അതു കാരണമാണ് വ്യാജമായിട്ടെങ്കിലും താങ്കൾക്ക് നരകം ദർശിക്കാനിടയായത് എന്നും ദേവേന്ദ്രൻ പറയുന്നുണ്ട്. അശ്വത്ഥാമാവ് എന്നൊരു ആനയ്ക്ക് പേരിട്ട് അതിനെ കൊന്നതിന് ശേഷം അശ്വത്ഥാമ ഹത എന്ന് യുദ്ധഭൂമിയിൽ വെച്ച് വിളിച്ചു പറഞ്ഞ് ദ്രോണരെ വഞ്ചിച്ചതിനെ കുറിച്ചാണ് ദേവേന്ദ്രൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതേ പ്രകാരം തന്നെയാണ് ഭീമനും അർജുനനും ദ്രൗപദിയും നകുല സഹദേവന്മാരുമൊക്കെ നരകം കാണാൻ ഇടയായത് എന്നും ദേവേന്ദ്രൻ പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ അവരുടെ പാപങ്ങളെല്ലാം ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. താങ്കൾക്ക് വേണ്ടി പൊരുതി മരണപ്പെട്ട എല്ലാ ക്ഷത്രിയ വീരന്മാർക്കും ഇപ്പോൾ സ്വർഗം ലഭിച്ചിരിക്കുന്നു എന്നും ദേവേന്ദ്രൻ പറയുന്നുണ്ട്. സർവശാസ്ത്രങ്ങളിലും നിപുണനായിരുന്ന ആ കർണനെ കുറിച്ചാണല്ലോ താങ്കൾ ഇപ്പോൾ വിലപിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കർണനും ഇപ്പോൾ പരമമായ പദത്തിൽ അഥവാ ശാശ്വതമായ മോക്ഷത്തിൽ സ്വർഗത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. സൂര്യപുത്രനായ ആ പുരുഷ വ്യാഘ്രത്തെ കണ്ടാലും സ്വർഗത്തിൽ എത്തിയ കർണനെ കുറിച്ച് ഇനി താങ്കൾ ദുഃഖിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല. താങ്കളുടെ പക്ഷത്തു നിന്നുകൊണ്ട് പോരാടി മരിച്ച എല്ലാവർക്കും അവരർഹിക്കുന്ന തരത്തിൽ സ്വർഗത്തിൽ ഉചിതമായ സ്ഥാനങ്ങൾ ലഭിച്ചിരിക്കുന്നു എന്നും ദേവേന്ദ്രൻ യുധിഷ്ഠിരനെ അറിയിക്കുന്നുണ്ട്. അതിനാൽ താങ്കളുടെ മനസ്സിൽ നിന്നും ദുഃഖത്തിന്റെ ജ്വരം അകറ്റിയാലും എന്നും ദേവേന്ദ്രൻ അപേക്ഷിച്ചു. രാജസൂയജിതാം ലോകാൻ അശ്വമേധ അഭിവർദ്ധിതാൻ
പ്രാപ്നുഹി ത്വം മഹാബാഹോ തപസശ്ച ഫലം മഹത് ഉപരി രാജ്ഞാം ഹി തവ ലോകായുധിഷ്ഠിര ഹരിശ്ചന്ദ്ര സമാപാർത്ഥ യേഷു ത്വം വിഹരിഷ്യസി. രാജസൂയവും അശ്വമേധവും അടക്കം താങ്കൾ അനുഷ്ഠിച്ചിട്ടുള്ള എല്ലാ യാഗങ്ങളുടെയും പുണ്യഫലങ്ങൾ താങ്കൾക്ക് ഈ സ്വർഗത്തിൽ അനുഭവിക്കാറാകും. സാധാരണ രാജാക്കന്മാർക്ക് സ്വർഗത്തിലെത്തിയാൽ ലഭിക്കുന്ന സ്ഥാനത്തിനും എത്രയോ മുകളിലാണ് താങ്കളുടെ സ്ഥാനം. അത് ഹരിശ്ചന്ദ്രന് സമാനമായ ഔന്നത്യത്തിലാണ് താങ്കൾ ഇപ്പോൾ കഴിയാൻ പോകുന്നത് എന്നുമൊക്കെ പറയുന്നുണ്ട് ദേവേന്ദ്രൻ. ഏഷ ദേവനദി പുണ്യ പാർത്ഥ ത്രൈലോക്യ പാവനി ആകാശഗംഗാ രാജേന്ദ്ര തത്ര ആപ്ലൂത്യ ഗമിഷ്യസി തത്ര സ്നാതസ്യതേ ഭാവോ മനുഷ്യോ വിഗമിഷ്യതി ശതശോകോ നിരായാസോ മുക്തവൈരോ ഭവിഷ്യസി. ഇവിടെ ഒരു നദി കാണിച്ചു കൊടുക്കുന്നുണ്ട്. 3 ലോകങ്ങളിൽ വെച്ച് ഏറ്റവും പാവനിയും പുണ്യനദിയുമായ ആകാശഗംഗ ദേവേന്ദ്രൻ യുധിഷ്ഠിരന് കാണിച്ചു കൊടുത്തു. ഏഷ ദേവനദി പുണ്യ, ഇത് പുണ്യയായിട്ടുള്ള ദേവനദിയാണ് പാർത്ഥ, അല്ലയോ പാർത്ഥ. ത്രൈലോക്യ പാവനി, 3 ലോകത്തിലും വെച്ച് പാവനമാണ് ഈ നദി. ആകാശഗംഗ, ആകാശഗംഗ എന്നാണ് ഇവൾക്ക് പേര്, അല്ലയോ രാജേന്ദ്ര. തത്ര ആപ്ലൂത്യ ഗമിഷ്യസി, അവിടെ മുങ്ങിയിട്ട് പോവുക. എന്തിനു വേണ്ടിയാണ്? തത്ര സ്നാതസ്യത്തെ ഭാവോ മനുഷ്യോ വിഗമിഷ്യതി, അതിൽ മുങ്ങിക്കഴിഞ്ഞാൽ, സ്നാനം ചെയ്തു കഴിഞ്ഞാൽ താങ്കളുടെ മനുഷ്യഭാവം, ഇപ്പോഴത്തുള്ള മാനുഷികമായിട്ടുള്ള അവസ്ഥയുണ്ടല്ലോ, മനുഷ്യന്റെ അവസ്ഥയുണ്ടല്ലോ, അത് താങ്കൾക്ക് നഷ്ടപ്പെടും. ശതശോകോ നിരായാസോ മുക്തവൈരോ ഭവിഷ്യസി, താങ്കൾ മുക്തവൈരനായിട്ട് എല്ലാ ദുഃഖങ്ങളിൽ നിന്നും, എല്ലാ പകയിൽ നിന്നും, എല്ലാ കോപത്തിൽ നിന്നും മുക്തനായി മാറുകയും ചെയ്യും. ദേവേന്ദ്രൻ യുധിഷ്ഠിരനോട് ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം വിഗ്രഹവാൻ അഥവാ രൂപം പൂണ്ട ധർമ്മദേവൻ, നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിൽ മനുഷ്യരുടെ രൂപം പൂണ്ട എന്ന അർത്ഥത്തിലാണ്. അങ്ങനെ രൂപമെടുത്തിരിക്കുന്ന ധർമ്മദേവൻ യുധിഷ്ഠിരനെ കാണാൻ എത്തുന്നുണ്ട്. അല്ലയോ മഹാപ്രജ്ഞനായ രാജാവേ, എൻ്റെ പുത്രനായ താങ്കളിൽ ഞാൻ പ്രീതനാണ് എന്ന് ധർമ്മദേവൻ പറയുന്നുണ്ട്. എന്നോടുള്ള താങ്കളുടെ ഭക്തിയിലും സത്യം പറയുന്നതിലും ക്ഷമയിലും ദമം അഥവാ സംയമനത്തിലും അടിയുറച്ച താങ്കളുടെ ശീലഗുണങ്ങളിലും ഞാൻ സംതൃപ്തനായിരിക്കുന്നു. താങ്കൾക്ക് യാതൊരു സാഹചര്യത്തിലും താങ്കളുടെ അടിസ്ഥാന സ്വഭാവമായ ധർമ്മനിഷ്ഠയിൽ നിന്ന് വ്യതിചലിക്കാൻ സാധിക്കുകയില്ല. അതക്കാര്യം എനിക്ക് നേരത്തെ തന്നെ ബോധ്യപ്പെട്ടതാണ്. മുമ്പ് ഒരു ബ്രാഹ്മണന്റെ അരണി തെരഞ്ഞുകൊണ്ട് താങ്കൾ കാട്ടിലെത്തിയപ്പോൾ ദ്വൈതവനത്തിൽ വെച്ചും ഞാൻ താങ്കളെ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ആ പരീക്ഷയിലും താങ്കൾ അന്ന് വിജയം വരിച്ചതാണ്. ആ ഒരു കഥ നമ്മൾ നേരത്തെ പറഞ്ഞാണ്. വനവാസകാലത്തിന്റെ വനപർവ്വത്തിന്റെ അവസാനത്തിൽ ഒരു ബ്രാഹ്മണന്റെ അരണി കൊമ്പിന്റെ ഇടയിൽ കുടിക്കൊണ്ട് ഒരു മാൻ ഓടിപ്പോവുകയും മാനിനെ തേടി പാണ്ഡവർ മുഴുവൻ ചെല്ലുകയും കാട്ടിലെ ഒരു ജലാശയത്തിൽ, യക്ഷന്റെ ജലാശയത്തിൽ നിന്ന് വെള്ളമെടുക്കാൻ ശ്രമിക്കുകയും ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതിന് ശേഷം മാത്രമേ വെള്ളമെടുക്കാവൂ എന്ന് പറഞ്ഞതനുസരിക്കാതെ നകുലനും സഹദേവനും ഭീമനും അർജുനടക്കമുള്ള 4 പേരും മരിച്ചു വീഴുകയും അവസാനം യുധിഷ്ഠിരൻ എത്തിയപ്പോൾ ധർമ്മപുത്രൻ ഈ ചോദ്യങ്ങൾക്കെല്ലാം, യക്ഷൻ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞുകൊണ്ട് സന്താനങ്ങളെ, സഹോദരന്മാരിൽ ആരെങ്കിലും ഒരാളെ ജീവിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ, യുദ്ധത്തിന് മുമ്പാണ്, കുരുക്ഷേത്രത്തിൽ യുദ്ധം നടക്കേണ്ടതുണ്ട്, ആ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കാൻ തനിക്ക് സഹോദരന്മാർ വേണം, അതുകൊണ്ട് അർജുനനെയോ ഭീമനെയോ ജീവിപ്പിക്കാം എന്നല്ല യുധിഷ്ഠിരൻ തീരുമാനിക്കുന്നത്, നകുലനെ ജീവിപ്പിക്കാനാണ്. അപ്പോൾ ഈ യക്ഷൻ വീണ്ടും ചോദിക്കുകയാണ്, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ നകുലനെ ജീവിപ്പിക്കുന്നത്? ഭീമനെയോ അർജുനനെയോ ജീവിപ്പിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് കുരുക്ഷേത്ര യുദ്ധത്തിൽ സഹായകരമാവുമായിരുന്നല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. യുധിഷ്ഠിരൻ പറയുന്ന മറുപടി, കുന്തിയുടെ പുത്രനായിട്ട് ഞാനുണ്ട്, മാദ്രിക്ക് ഒരു പുത്രൻ വേണം, അതുകൊണ്ട് മാദ്രിയുടെ പുത്രന്മാരിൽ നിന്നും ഒരാളെ, നകുലനെ ഞാൻ തിരഞ്ഞെടുത്തു. അതാണ് അതിൻ്റെ ധർമ്മം. ആ ധർമ്മമാണ് അദ്ദേഹം പറയുന്നത്. അന്നും ആ പരീക്ഷയിലും താങ്കൾ അന്ന് വിജയിച്ചതാണ്. ഇപ്പോൾ താങ്കൾ കടന്നുപോയത് മറ്റൊരു പരീക്ഷയിലൂടെയാണ് എന്ന് ധർമ്മപുത്രൻ പറയുന്നുണ്ട്, യുധിഷ്ഠിരനോട് പറയുന്നുണ്ട്. ആ പരീക്ഷയാണ് സഹോദരന്മാരെ നരകത്തിൽ കണ്ടുകൊണ്ട്, സഹോദരന്മാരും തനിക്ക് വേണ്ടി മരിച്ച ആളുകളുമൊക്കെ നരകത്തിലാണ് എന്ന് കണ്ടുകൊണ്ട്, അത് പോട്ടെ സാരമില്ല എന്ന് വെച്ചുകൊണ്ട് തനിക്ക് മാത്രമായിട്ടുള്ളൊരു സ്വർഗം സ്വീകരിക്കാൻ സാധിക്കുമോ? തൻ്റെ കൂടെ നിൽക്കുന്ന മുഴുവൻ ആളുകളെയും ഉപേക്ഷിച്ചുകൊണ്ട് ഒറ്റപ്പെട്ട സ്വർഗങ്ങൾ ഉപേക്ഷിച്ച് വ്യക്തികൾക്ക് പോകാൻ സാധിക്കുമോ? ധർമ്മനിഷ്ഠയുള്ള വ്യക്തികൾക്ക് പോകാൻ സാധിക്കുമോ?
ഈ ഒരു ചോദ്യമാണ് ഇവിടെ വരുന്നത്. ഈ പരീക്ഷയിലും താങ്കൾ വിജയം വരിച്ചിരിക്കുന്നു. ശ്വാനന്റെ രൂപം വരിച്ചു വന്ന ഞാൻ താങ്കളെ പരീക്ഷിക്കുകയായിരുന്നു എന്ന് ധർമ്മപുത്രര് പറയുന്നുണ്ട്. സവ്യസാചിയായ അർജുനനോ ഭീമനോ നകുല സഹദേവന്മാരോ സത്യവാക്കും ശൂരനുമായ കർണനോ രാജപുത്രിയായ കൃഷ്ണയോ ആരും തന്നെ സ്ഥിരമായ നരകവാസത്തിന് അർഹരല്ല. താങ്കൾ കണ്ട കാഴ്ചകളൊക്കെ താൽക്കാലികമായിരുന്നു. അവര് ശാശ്വതമായി നരകത്തിലെത്തിപ്പെട്ട ആളുകളല്ല. അതുകൊണ്ട് അതോർത്ത് താങ്കൾ പരിഭ്രമിക്കേണ്ട കാര്യം ഇല്ല എന്നാണ് ഇവിടെ ധർമ്മദേവൻ അദ്ദേഹത്തിന്റെ പുത്രനായ യുധിഷ്ഠിരനോട് പറയുന്നത്. ഗംഗാം ദേവനദീം പുണ്യാം പാവനീം കൃഷി സംസ്തുതാം അവഗാഹ്യതു താം രാജ തനും തത്യാജ്യമാനുഷ്യം തതോ ദിവ്യവപുർഭൂത്വ ധർമ്മരാജോ യുധിഷ്ഠിര നിർവൈരോ ഗതസന്താപോ ജലേ തസ്മിൻ സമാപ്ലൂത്യ. ഋഷിമാർക്കും ധർമ്മദേവനടക്കമുള്ള ദേവന്മാർക്കും ഒപ്പം യുധിഷ്ഠിരൻ ദേവനദിയും പുണ്യയുമായ ഗംഗാനദിയിൽ മുങ്ങി. അതിനുശേഷം സ്വന്തം ശരീരം അവിടെ ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. ഗംഗാം ദേവനദീം പുണ്യാം പാവനീം കൃഷി സംസ്തുതാം അവഗാഹ്യതുതാം രാജ തനും തത്യാജ്യമാനുഷിം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഗംഗയിൽ മുങ്ങിയാണ് യുധിഷ്ഠിരന് മരിക്കുന്നതെന്നർത്ഥം. ഉടലോടെ സ്വർഗത്തിൽ പോയി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും പുണ്യ നദിയായിട്ടുള്ള ഗംഗയിൽ മുങ്ങി അവിടെ ആ വെള്ളത്തിൽ ആ നദിയിൽ മുങ്ങി മരിക്കുകയാണ് യുധിഷ്ഠിരൻ അവസാനം ചെയ്യുന്നത് എന്ന് നമുക്കിവിടെ കാണാം. ശരീരത്തോടു കൂടിയല്ല യുധിഷ്ഠിരൻ സ്വർഗത്തിലേക്ക് വസിക്കുന്നത്. സ്വർഗത്തിലേക്ക് പോകുന്നത് അങ്ങനെയാണെങ്കിൽ പോലും സ്വർഗത്തിൽ ശാശ്വതമായിട്ട് വസിക്കുന്നത് മനുഷ്യന്റെ ശരീരത്തോടു കൂടിയല്ല, ഗംഗാനദിയിൽ മുങ്ങി മരിച്ചു എന്നതിന് കുറച്ചുകൂടെ ഒരു ബിംബഭാഷയിലുള്ള കാവ്യഭാഷയിലുള്ള ഒരു അവതരണമാണ് യുധിഷ്ഠിരന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പറയുന്ന അർത്ഥം. അങ്ങനെ സ്വന്തം ശരീരം നദിയിൽ ഉപേക്ഷിച്ചു എന്നും പിന്നീട് അദ്ദേഹം സ്വീകരിക്കുന്നത് ദിവ്യമായ മറ്റൊരു വപുസ്സാണ്, ശരീരമാണ്. തതോ ദിവ്യവപുർഭൂത്വ ധർമ്മരാജോ യുധിഷ്ഠിര. ദിവ്യമായ ഒരു ശരീരം തനിക്ക് സ്വീകരിക്കാൻ പറ്റിയെന്നും ആ ശരീരത്തിലെത്തിയതിനു ശേഷം യുധിഷ്ഠിരന് വരുന്ന ചില മാറ്റങ്ങളുണ്ട്. അദ്ദേഹം നിർവൈരനും, ശത്രുതയില്ലാത്തവൻ, വൈരമില്ലാത്തവൻ, ഗതസന്താപൻ, ദുഃഖങ്ങളില്ലാത്തവൻ, സന്താപങ്ങളെല്ലാം ഗമിച്ചു കഴിഞ്ഞവൻ, അഥവാ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മോചനം നേടിയവനുമായി കഴിഞ്ഞു. മാനുഷ്യഭാവത്തിൽ നിന്നും മാനുഷികമായ കോപത്തിൽ നിന്നും മോചിതരായ പാണ്ഡവന്മാരും ധാർത്തരാഷ്ട്രന്മാരും സ്വർഗത്തിൽ അവരവരുടേതായ അവസ്ഥയ്ക്കനുസരിച്ച് ഫലം ഭുജിച്ചു വരുന്നതായിട്ട് യുധിഷ്ഠിരൻ കണ്ടു എന്ന് കിസരി മോഹൻ ഗാംഗുലിയുടെ ഇംഗ്ലീഷ് തർജ്ജമയിൽ കാണുന്നുണ്ട്. പക്ഷെ സമാനമായ അർത്ഥം വരുന്ന ഒരു ശ്ലോകം സംസ്കൃത പാഠത്തിൽ കാണുന്നും ഇല്ല. അപ്പൊ മനുഷ്യഭാവത്തിൽ നിന്നും മാനുഷികമായ കോപത്തിൽ നിന്നും മോചിതരായ പാണ്ഡവരും ധാർത്തരാഷ്ട്രന്മാരും സ്വർഗത്തിൽ അവരവരുടേതായ അവസ്ഥയ്ക്കനുസരിച്ച് ഫലം ലഭിച്ചു. കൗരവരും പാണ്ഡവരും ഒരുമിച്ചാണ് മോക്ഷം നേടി സ്വർഗത്തിൽ കഴിഞ്ഞത് എന്നാണ് കിസരി മോഹൻ ഗാംഗുലിയുടെ തർജ്ജമ. പക്ഷേ സംസ്കൃത പാഠത്തിൽ അങ്ങനെയല്ല കാണുന്നത്. തതോ യയൗ വൃതോ ദേവൈഹി കുരുരാജോ യുധിഷ്ഠിര ധർമ്മേണ സഹിതോ ധർമാൻ സ്തൂയമാനോ മഹർഷിഭി. ദേവന്മാരാൽ ആവൃതനായ കുരുരാജാവ് യുധിഷ്ഠിരൻ പിന്നീട് അവിടെ നിന്ന് മുന്നോട്ട് നടന്നു. ധർമ്മദേവനും മഹർഷിമാരുമൊക്കെ അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു എന്നുമാണ് സ്വർഗാരോഹണ പർവ്വത്തിന്റെ അവസാനം കാണുന്ന ശ്ലോകം. ധാർത്തരാഷ്ട്രന്മാർക്ക് സ്വർഗം ലഭിച്ചോ? അവരുടെ നരകവാസം താൽക്കാലികമായിരുന്നു, അതോ അവർ സ്ഥിരമായി നരകത്തിൽ തന്നെ വസിക്കുകയാണോ ചെയ്തത്? അങ്ങനെയെങ്കിൽ യുദ്ധത്തിൽ പങ്കെടുത്തു മരണപ്പെടുന്ന ക്ഷത്രിയന്മാർക്കെല്ലാം വീരസ്വർഗം ലഭിക്കുമെന്ന കൃഷ്ണന്റെയും മറ്റു നിരവധി മഹർഷിമാരുടെയും വാഗ്ദാനം പൊള്ളയായിരുന്നു തുടങ്ങിയ ചോദ്യങ്ങൾ ഇവിടെ പ്രസക്തമാണ് എന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ പാണ്ഡവരുടെ പക്ഷത്തുള്ള ആളുകളുടെ സ്വർഗത്തിലുള്ള വാസത്തെക്കുറിച്ച് വിവരിക്കുന്നത് പോലെ വിശദമായിട്ട് ഒരു മായക്കാഴ്ചയിൽ കാണുന്നുണ്ട്. ഒരു താൽക്കാലിക കാഴ്ചയിൽ ദുര്യോധന്റെ സഹോദരന്മാരും ഒക്കെ സ്വർഗത്തിലെത്തി എന്നും ഒരു മായക്കാഴ്ചയിൽ കാണുന്നതല്ലാതെ അത് മായക്കാഴ്ചയായിരുന്നു, സത്യമല്ലായിരുന്നു പറയുന്നുണ്ട്. സത്യസന്ധമായിട്ടുള്ള ഒരു ലോകത്തിൽ അല്ലെങ്കിൽ സത്യസന്ധമായ ഒരു മരണാനന്തര ജീവിതത്തിൽ ഈ പാണ്ഡവരോടൊപ്പം പാണ്ഡവരുടെ പക്ഷത്തുനിന്ന് പൊരുതിയവരൊക്കെ മോക്ഷം ലഭിച്ചു സ്വർഗത്തിലെത്തി എന്ന് പറയുമ്പോഴും അതേ അവസ്ഥയിലേക്ക് കൗരവപക്ഷത്തുനിന്ന് പൊരുതിയവർ എത്തുന്നില്ല. എന്ന് വെച്ചാൽ
യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട് വീരസ്വർഗം പ്രാപിക്കുന്നവരൊക്കെ മോക്ഷം ലഭിക്കുമെന്നും അവരൊക്കെ സ്വർഗത്തിലേക്കാണ് പോകുന്നതും എന്നുള്ള ഒരു അവകാശവാദം ആദ്യം കുരുക്ഷേത്ര യുദ്ധത്തിന് മുമ്പ് പാണ്ഡവപക്ഷത്തുള്ളവരും കൗരവപക്ഷത്തുള്ളവരും ആയ എല്ലാ മഹർഷിമാരും എല്ലാ സന്യാസിമാരും ആവർത്തിച്ച് പറയുന്നത്. അതുകൊണ്ടാണ് യുദ്ധത്തിൽ പങ്കെടുത്ത് കൊല്ലുന്നതിനെയോ കൊല്ലപ്പെടുന്നതിനോ പറ്റി നിങ്ങൾ പരിഭ്രമിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നത്. കൊന്നാലും കൊല്ലപ്പെട്ടാലും ഒക്കെ സ്വർഗത്തിൽ തന്നെ എത്തും എന്നുള്ള ഒരു ഉറപ്പിന് ആ ഉറപ്പ് പാലിക്കപ്പെട്ടു എന്നതിന് ശ്ലോകത്തിൽ വേണ്ടത്ര തെളിവുകൾ കാണുന്നില്ല. ദേവന്മാരാലും മരുദ്ഗണങ്ങളാലും അനുഗമിക്കപ്പെട്ട യുധിഷ്ഠിരൻ പിന്നീട് പൂജ്യനീയരായ കുരുപുങ്കവന്മാർ അഥവാ കുരുവംശത്തിൽ മുമ്പ് ജീവിച്ചിരുന്ന ശ്രേഷ്ഠരായ രാജാക്കന്മാർ വസിക്കുന്ന ഇടത്തിലേക്കാണ് ചെന്നത്. അങ്ങനെ ദേവന്മാരാലും മരുദ്ഗണങ്ങളാലും അനുഗമിക്കപ്പെട്ട യുധിഷ്ഠിരൻ പിന്നീട് കുരുവംശത്തിലെ പണ്ട് മരിച്ചുപോയ ശ്രേഷ്ഠരായിട്ടുള്ള പണ്ട് ജീവിച്ചു മരിച്ചുപോയ ശ്രേഷ്ഠരായിട്ടുള്ള രാജാക്കന്മാർ വസിക്കുന്ന ഇടത്തിലേക്കാണ് ചെന്നത് എന്ന് പറയുന്നത്. അവിടെ വെച്ച് ഗോവിന്ദനെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ രൂപത്തിൽ ബ്രഹ്മരൂപത്തിൽ അഥവാ തത്സ്വരൂപത്തിൽ കണ്ടതായിട്ട് വിവരിക്കുന്നുണ്ട്. ഭൂമിയിൽ വെച്ച് യുധിഷ്ഠിരൻ കണ്ട രൂപവുമായിട്ട് ആ രൂപത്തിന് സാമ്യം ഉണ്ടായിരുന്നതിനാൽ യുധിഷ്ഠിരന് ആളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നും പറയുന്നുണ്ട്. അവതാരപുരുഷനായിട്ടുള്ള കൃഷ്ണന്റെ യഥാർത്ഥത്തിലുള്ള രൂപം അവിടെ വെച്ച് കണ്ടു എന്ന് പറയുന്നുണ്ട്. ദീപ്യമാനം സ്വവപുഷ ദിവ്യൈർ അസ്ത്രൈർ ഉപസ്ഥിതം ചക്രപ്രഭൃതിഭിർ ഘോരൈഹി ദിവൈഹി പുരുഷവിഗ്രഹൈ. ചക്രമടക്കമുള്ള ദിവ്യമായിട്ടുള്ള ആയുധങ്ങളോടും ദീപ്യമാനമായിട്ടുള്ള അഥവാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ശരീരത്തോടും ഫൽഗുനനാൽ ആരാധിക്കപ്പെടുന്ന വിധത്തിലുമാണ് ഗോവിന്ദനെ അഥവാ കൃഷ്ണനെ സ്വർഗത്തിൽ വെച്ച് യുധിഷ്ഠിരൻ കാണുന്നത്. അവതാരപുരുഷൻ എന്ന സങ്കല്പത്തിൽ തന്നെയാണ് ഇവിടെ കൃഷ്ണനെ ചിത്രീകരിക്കുന്നത് എന്നർത്ഥം. യുധിഷ്ഠിരനെ കാണുന്ന ഗോവിന്ദനും യഥോചിതം അദ്ദേഹത്തെ സ്വീകരിക്കുന്നുണ്ട്. സ്വർഗത്തിൽ തന്നെ മറ്റൊരു ഭാഗത്ത് 12 സൂര്യന്മാരുടെ പ്രഭയോടെ കർണനെ കണ്ടതായിട്ട് വിവരിക്കുന്നുണ്ട്. മരുത്തുക്കളുടെ മധ്യത്തിൽ ശോഭിക്കുന്ന തരത്തിലാണ് ഭീമസേനനെ കാണുന്നത്. വായുദേവന്റെ സമീപത്തിലായിരുന്നു അത്ര ഭീമസേനൻ ഇരുന്നത്. അശ്വനി ദേവന്മാരോടൊപ്പമായിരുന്നു നകുല സഹദേവന്മാരെ കണ്ടത്. അവരൊക്കെ അവരുടെ പിതാക്കന്മാരുടെ അടുത്തെത്തി എന്നൊരു സങ്കല്പത്തിലാണ്. തഥാ ദദർശ പാഞ്ചാലീം കമലോൽപലമാലിനീം വപുഷ സ്വർഗമാക്രമ്യ തിഷ്ടന്തീം അർക്കവർച്ചസം. വെള്ളത്താമര മാലകളാൽ അലങ്കൃതയായ രീതിയിലായിരുന്നു യുധിഷ്ഠിരൻ പാഞ്ചാലിയെ കാണുന്നത്. അങ്ങനെയാണ് പാഞ്ചാലിയെ കണ്ടു എന്ന് പറയുന്നത്. അർക്കതേജസ്സോടെ സ്വർഗത്തിൽ വസിക്കുന്ന പാഞ്ചാലിയെ കണ്ടപ്പോൾ യുധിഷ്ഠിരൻ എന്തോ ചോദിക്കാനായി ഉദ്യമിച്ചതായിരുന്നു. പക്ഷേ അപ്പോഴേക്കും ദേവേന്ദ്രൻ പാഞ്ചാലിയുടെ കഥ പറയുന്നുണ്ട്. അവൾ ലക്ഷ്മി തന്നെയാണ് എന്നും പാണ്ഡവർക്കായി അവൾ ഭൂമിയിൽ മനുഷ്യരൂപത്തിൽ പിറന്നതാണ് എന്നുമായിരുന്നു ദേവേന്ദ്രന്റെ വിശദീകരണം. എന്ന് വെച്ചാൽ പാഞ്ചാലിയെ പാണ്ഡവർക്കും യുധിഷ്ഠിരനും നഷ്ടപ്പെടുന്നുണ്ട് സ്വർഗത്തിലെത്തിയ സമയത്ത്. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമേ പാഞ്ചാലി പാണ്ഡവരുടേതാകുന്നുള്ളൂ. അത് കഴിഞ്ഞതോടുകൂടിയിട്ട് അവൾ ലക്ഷ്മിയിൽ ലയിച്ചു ചേരുകയാണ്. ലക്ഷ്മിയുടെ അംശമായിരുന്നു എന്നതുകൊണ്ട് ലക്ഷ്മിയിൽ ലയിച്ചു ചേരുകയും പാണ്ഡവരുടെ പത്നി എന്ന് പറയുന്ന പദവിയിൽ നിന്ന് മോചനം നേടുകയും ചെയ്യുന്നുണ്ട് പാഞ്ചാലി. ദ്രുപദസ്യ കുലേ ജാത ഭവദ്ഭിശ്ചോപജീവിത രത്യർത്ഥം ഭവതാം ഹ്യേഷ നിമിത ശൂലപാണിന. സ്വർഗാരോഹണ പർവ്വത്തിലെ 4-ാമത്തെ അധ്യായത്തിലെ 10-ാമത്തെ ശ്ലോകം. നിങ്ങൾ 5 പേരുടെയും രതിക്കു വേണ്ടിയായിരുന്നു ശൂലപാണിയായ ശിവൻ അവൾക്ക് ദ്രുപദന്റെ കുലത്തിൽ ദ്രൗപദിയായി ജന്മം നൽകിയത് എന്നാണ് വിശദീകരണം. ദ്രുപദസ്യ കുലേ ജാത ഭവദ്ഭിശ്ചോപജീവിത രത്യർത്ഥം ഭവതാം ഹ്യ. നിങ്ങളുടെ രതിക്കു വേണ്ടി, നിങ്ങൾ 5 പേരുടെ രതിക്കു വേണ്ടിയാണ് ശൂലപാണി ഇവളെ ആ കുലത്തിൽ ജനിപ്പിച്ചത്. യഥാർത്ഥത്തിൽ അവൾ ലക്ഷ്മിയുടെ അംശമായിരുന്നു എന്നാണ് പറയുന്നത്. പാഞ്ചാലിക്ക് പറഞ്ഞ 5 പുത്രന്മാരും 5 ഗന്ധർവന്മാരായി സ്വർഗത്തിൽ വസിക്കുന്നതായിട്ട് ദേവേന്ദ്രൻ യുധിഷ്ഠിരന് കാണിച്ചു കൊടുത്തു. പശ്യ ഗന്ധർവരാജാനാം ധൃതരാഷ്ട്രം മനീഷിണം. ഓരോ കാഴ്ചകളായിട്ട് യുധിഷ്ഠിരന് കാണിച്ചു കൊടുക്കുകയാണ്. ഏനം ജത്വം വിജാനീഹി ഭ്രാതരം പൂർവജം പിതു. ദുര്യോധനന്റെ പിതാവും പാണ്ഡുവിന്റെ സഹോദരനുമായിരുന്ന ധൃതരാഷ്ട്രനെ ഗന്ധർവന്മാരുടെ രാജാവായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം ആ അവസ്ഥയിലേക്ക് തിരിച്ചുപോയി എന്നും പറയുന്നുണ്ട്. പാണ്ഡുവിന്റെ സഹോദരൻ ആയിരുന്ന വൃഷ്ണികളെയും
അന്ധകന്മാരെയും ഭോജന്മാരെയും സാത്വികയെയും ഒക്കെ അഭിമന്യുവിനെയും ഒക്കെ സ്വർഗത്തിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ പൂർവജന്മവും ഇപ്പോഴത്തെ അവരുടെ അവസ്ഥയും ഒക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് ദേവേന്ദ്രൻ. രാധേയനായി അറിയപ്പെട്ടിരുന്ന കുന്തിപുത്രൻ കർണൻ ആദിത്യനോടൊപ്പമാണ് സ്വർഗത്തിൽ വസിക്കുന്നതായിട്ട് പറയുന്നത്. അതേപോലെ സോമനോടൊപ്പമാണ് സുഭദ്രാതനയനായ അഭിമന്യു വസിക്കുന്നതായിട്ട് പറയുന്നത്. സോമൻ അഥവാ ചന്ദ്രനോടൊപ്പം. ഏഷ പാണ്ഡുർമഹേശ്വാസ കുന്ത്യാമാദ്ര്യാജ സംഗത വിമാനേന സദാഭേദി പിതാതവ മമാന്തികം. പാണ്ഡു കുന്തിയോടും മാദ്രിയോടും ഒപ്പം ചേർന്നതായിട്ടും അദ്ദേഹം തന്നെ കാണാൻ സ്വന്തം വിമാനത്തിൽ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് എന്നുമൊക്കെ ദേവേന്ദ്രൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ശന്തനുവിന്റെ പുത്രൻ ഭീഷ്മരെ വസുക്കളോടൊപ്പവും ബൃഹസ്പതിയുടെ പാർശ്വത്തിലായി ഗുരു ദ്രോണരെയും ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ദേവേന്ദ്രൻ. താങ്കൾക്ക് വേണ്ടി പൊരുതി മരിച്ച മറ്റു രാജാക്കന്മാരും വീരയോദ്ധാക്കളുമൊക്കെ ഗന്ധർവന്മാരും യക്ഷന്മാരും ആയിട്ട് സ്വർഗത്തിലെത്തിയിരിക്കുന്നു. ചിലർ അവരുടെ വാക്കിന്റെയും ബുദ്ധിയുടെയും കർമ്മത്തിന്റെയും ഒക്കെ ഫലമായിട്ട് സ്വന്തം ശരീരം ത്യജിച്ചതിന് ശേഷം സ്വർഗം നേടിയിരിക്കുന്നു. മറ്റു ചിലരൊക്കെ ഗുഹ്യകന്മാരുടെ അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് ദേവേന്ദ്രൻ പറയുന്നുണ്ട്. ഗുഹ്യകാനാം ഗതിം ചാപി കേജിത് പ്രാപ്ത നൃപസത്തമ ത്യക്താ ദേഹം ജിതസ്വർഗ പുണ്യവാക് ബുദ്ധികർമ്മഭി. മരണത്തിന് ശേഷം ശരീരം ഉപേക്ഷിച്ചവരൊക്കെ സ്വർഗത്തിലെത്തുമെന്ന അവകാശവാദത്തെ മാറ്റി നിർത്തിയാൽ പോലും അങ്ങനെ സ്വർഗത്തിൽ എത്തുന്നുണ്ടെങ്കിൽ തന്നെ അതിന് അടിസ്ഥാനമായി പരിഗണിക്കുന്നത് വ്യക്തിയുടെ ജാതിയോ കുലമോ ഒന്നുമല്ല, മറിച്ച് പുണ്യവാക് ബുദ്ധി കർമ്മഭി, വാക്കിന്റെയും ബുദ്ധിയുടെയും കർമ്മത്തിന്റെയും പുണ്യത്താൽ മാത്രമാണ് എന്നത് ശ്രദ്ധേയമാണ്. മുഖ്യഗാനാം ഗതിം ചാപി കേജിത് പ്രാപ്ത നൃപസത്തമ ത്യക്ത്വാ ദേഹം ജിതസ്വർഗ പുണ്യവാക് ബുദ്ധി കർമ്മഭി. ദേഹം ത്യജിച്ച് സ്വർഗത്തിലെത്തിയിരിക്കുന്നു അവരെത്തിയിരിക്കുന്നത് അതിനടിസ്ഥാനപ്പെടുത്തി എന്താണ്? അവരുടെ പുണ്യകർമ്മത്തിന്റെയും അവരുടെ വാക്കിന്റെയും അവരുടെ ബുദ്ധിയുടെയും അടിസ്ഥാനത്തിലാണ് അവർ സ്വർഗത്തിലെത്തിയിരിക്കുന്നത് എന്നാണ്. ഈ കർമ്മത്തിന്റെ ഈ ഒരു പ്രത്യേകത മഹാഭാരതത്തിൽ ഉടനീളം രണ്ട് ധാരയായിട്ട് പരസ്പരം നിന്ന് പോരടിക്കുന്നുണ്ട്. ജാതി അടിസ്ഥാനത്തിലാണ് പുണ്യം മാറി മാറി കൈമാറി വരുന്നതെന്നും ജാതി വ്യവസ്ഥ ലംഘിക്കാൻ പാടില്ലാത്തതാണെന്നും സനാതന ധർമ്മം എന്ന് പറയുന്നത് വർണ്ണാശ്രമ ധർമ്മമാണ് എന്നും വ്യാഖ്യാനിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന മഹർഷിമാരുടെ ഒരു പരമ്പരയുണ്ട്. എന്നാൽ അതിനോട് കൂടെ തന്നെ സമാന്തരമായിട്ടുള്ള വേറെ ഒരു ധാരയുണ്ട്. ആ ധാര പറയുന്നത് കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പുണ്യത്തെ നിർവചിക്കുന്നത്. സ്വർഗം വേണോ നരകമാണോ ലഭിക്കുക എന്നുള്ളത് കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മനുഷ്യന്റെ ശ്രേഷ്ഠത അയാൾ ജനിച്ച ജാതിയിലല്ല കർമ്മത്തിലാണെന്ന് പറയുന്ന വേറെ ഒരു ധാരയും നമുക്ക് കാണാൻ സാധിക്കും. കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു ഉദാഹരണം വനപർവ്വത്തിൽ തന്നെയുള്ള മാർക്കണ്ഡേയ മഹർഷി പറയുന്നത് ധർമ്മം എന്നത് 4 കാലുകളോട് കൂടിയ വെളുത്ത കാളയായിരുന്നു. കൃതയുഗത്തിൽ ആ കാളയ്ക്ക് 4 കാലുണ്ടായിരുന്നു. ത്രേതായുഗത്തിലെത്തിയപ്പോൾ ധർമ്മം ക്ഷയിച്ചതുകൊണ്ട് ഒരു കാല് നഷ്ടപ്പെട്ടു. ദ്വാപരത്തിലെത്തിയപ്പോൾ ധർമ്മം ക്ഷയിച്ചതുകൊണ്ട് 2ാമത്തെ കാലും നഷ്ടപ്പെട്ടു. അടുത്ത കലിയുഗത്തിലേക്ക് വരുന്ന സമയത്ത് ഒറ്റക്കാലിൽ നിൽക്കുകയാണ്. 2ഉം 3ഉം കാലുകൾ നഷ്ടപ്പെട്ട ഒറ്റക്കാലിൽ നിൽക്കുകയാണ് കാള എന്ന് പറയുന്നുണ്ട്. കലിയുഗത്തിൽ ആ കാളയുടെ 4ാമത്തെ കാലും നഷ്ടപ്പെടുകയും പ്രളയം സംഭവിക്കുകയും ചെയ്യുന്ന ദുരന്തത്തെക്കുറിച്ച് മാർക്കണ്ഡേയൻ ദീർഘവീക്ഷണം നടത്തുന്നുണ്ട്. അത് ശൂദ്രന്മാര് ജപിക്കാൻ തുടങ്ങുകയും ശൂദ്രന്മാര് ധനം സമ്പാദിക്കുകയും ചെയ്യുമ്പോഴാണ് കലിയുഗം സംഭവിക്കുകയും പ്രളയം പൂർണ്ണമാവുകയും ചെയ്യുന്നതെന്നും പറയുന്നുണ്ട്. അപ്പൊ മാർക്കണ്ഡേയന്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് മാർക്കണ്ഡേയൻ പറയുന്നത് ബ്രാഹ്മണനായി പിറന്ന ആൾക്കാർ ബ്രാഹ്മണന്റെ ധർമ്മവും, ക്ഷത്രിയർ ക്ഷത്രിയന്റെ ധർമ്മവും, വൈശ്യൻ കൃഷിയും കച്ചവടവും ഒക്കെയുള്ള വൈശ്യന്റെ ധർമ്മവും, ശൂദ്രൻ സേവനം എന്ന ശൂദ്രന്റെ ധർമ്മവും കൃത്യമായിട്ട് പാലിക്കുന്ന ഒരു സാമൂഹ്യ ജീവിതമാണ് സനാതന ധർമ്മം നിലനിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥ. അത് ലംഘിക്കുമ്പോഴാണ് ധർമ്മവ്യവസ്ഥ ഛിന്നഭിന്നമാകുന്നത്. ബ്രാഹ്മണനായിട്ട് ജനിച്ചവർ ക്ഷത്രിയന്റെ ജോലി ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് ദ്രോണാചാര്യർ യുദ്ധം ചെയ്തതുപോലെ, പരശുരാമൻ ആയുധം എടുത്തതുപോലെ, ബ്രാഹ്മണനായിട്ട് ജനിച്ച ആളുകൾ ക്ഷത്രിയന്റെ ധർമ്മം ചെയ്യുമ്പോൾ ധർമ്മം ക്ഷയിക്കുകയും ധർമ്മത്തിന്റെ ധർമ്മമാകുന്ന വെളുത്ത കാളയുടെ ഒരു കാല് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ക്ഷത്രിയരായിട്ട് ജനിച്ച വിശ്വാമിത്രൻ തപസ്സനുഷ്ഠിക്കുകയും ബ്രാഹ്മണന്റെ കർമ്മം ചെയ്യുകയും ചെയ്യുമ്പോൾ
രണ്ടാമത്തെ കാലും നഷ്ടപ്പെടുന്നു. വൈശ്യരായിട്ട് ജനിച്ച ആളുകൾ, മ്ലച്ഛന്മാരും യാദവന്മാരും ഇടയന്മാരായിട്ടുള്ള ആളുകളുമൊക്കെ രാജാക്കന്മാരായിട്ട് രാജ്യം ഭരിക്കാൻ തുടങ്ങുമ്പോൾ ധർമ്മത്തിന്റെ കാളയുടെ മൂന്നാമത്തെ കാലും നഷ്ടപ്പെടുന്നു. അങ്ങനെ പറഞ്ഞിട്ടാണ് മാർക്കണ്ഡേയൻ പറയുന്നത്, നാലാമത്തെ കാല് നഷ്ടപ്പെടുന്നത് ശൂദ്രന്മാർ ധനം സമ്പാദിക്കാൻ തുടങ്ങുകയും അവർ ജപിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോഴായിരിക്കും, അപ്പോഴാണ് കലിയുഗം സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു. ഇതൊരു ദർശനമാണ്, മഹാഭാരതം മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. എന്നാൽ ഇത് ഒരേ ഒരു കാഴ്ചപ്പാടല്ല. ഇതിന് നേരെ എതിരായിട്ടുള്ള, ഇതിനോട് കിടപിടിക്കുന്ന കഥ വേറൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്നത്. അത് വനപർവ്വത്തിൽ തന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് അവസാന അധ്യായം നമ്മൾ കാണുന്നു. ഭീമസേനൻ കാട്ടിലേക്ക് പോയിട്ട് അദ്ദേഹത്തെ കാലസർപ്പം വരിഞ്ഞു മുറുക്കി വിഴുങ്ങാൻ തുടങ്ങുന്നു. ഓരോ ദിവസവും എന്താണോ മുന്നിൽ പെടുന്നത് അതിനെ പിടിച്ചു വിഴുങ്ങലാണ് കാലസർപ്പത്തിന്റെ, നഹുഷന് ശാപം കിട്ടിയ ഈ കാലസർപ്പത്തിന്റെ പ്രവൃത്തി. അപ്പോൾ യുധിഷ്ഠിരൻ ചെന്ന് ചോദിക്കപ്പോൾ 10,000 ആനയുടെ കരുത്തൊക്കെയുള്ള ഭീമസേനൻ എല്ലാ ശക്തിയും ചോർന്ന് ഈ സർപ്പത്തിന്റെ ചുരുളിൽ പെട്ടുകിടക്കുകയാണ്. ഭീമസേനൻ അപേക്ഷിക്കും, ഇത് ഭീമസേനന്റെ ജീവന് വേണ്ടി യുധിഷ്ഠിരൻ അപേക്ഷിക്കും. അപ്പോൾ അവസാനം കാലസർപ്പം പറയുന്ന ഒരു കണ്ടീഷൻ, ഒരു നിബന്ധന, എൻ്റെ ചോദ്യങ്ങൾക്ക് നീ മറുപടി പറഞ്ഞാൽ ഞാൻ നിന്റെ സഹോദരനെ വിട്ടുതരാം എന്നാണ്. എന്താണ് ചോദ്യം? ചോദ്യങ്ങൾ ചോദിക്കാൻ ആരംഭിക്കുന്നു കാലസർപ്പം. ആദ്യത്തെ ചോദ്യം, എന്താണ് ജ്ഞാനം? ആരാണ് ബ്രാഹ്മണൻ? എന്താണ് അറിയേണ്ടത്? ഇതൊക്കെയാണ്. യുധിഷ്ഠിരൻ അതിന് മറുപടി പറഞ്ഞു, വേദമാണ് അറിയേണ്ടത്, വിജ്ഞാനമാണ് ആർജിക്കേണ്ടത്. സത്യം പ്രവർത്തിക്കുന്നവനും സത്യം പറയുന്നവനും ധർമ്മമനുസരിച്ച് ജീവിക്കുന്നവനും അനൃതം പ്രവർത്തിക്കാത്തവനുമായ ആളാണ് ബ്രാഹ്മണൻ. ഉടനെ കാലസർപ്പം ചോദിക്കുന്നു, ചാതുർവർണ്ണ വ്യവസ്ഥയാണല്ലോ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. അപ്പോൾ ബ്രാഹ്മണനായിട്ട് പറഞ്ഞ ഒരാള് ഇങ്ങനെ ധർമ്മമനുസരിച്ച് പ്രവർത്തിച്ചിട്ടില്ലെങ്കിലോ, അയാൾ ബ്രഹ്മജ്ഞാനം നേടിയിട്ടില്ലെങ്കിലോ? മറിച്ച് ശൂദ്രനായിട്ട് ജനിച്ച ഒരാള് ധർമ്മം അനുസരിച്ച് പ്രവർത്തിക്കുകയും ബ്രഹ്മജ്ഞാനം നേടുകയും ചെയ്താലോ? യുധിഷ്ഠിരൻ പറയുന്ന മറുപടി, ശൂദ്രൻ ധർമ്മം അനുസരിച്ച് പ്രവർത്തിക്കുകയും ബ്രഹ്മജ്ഞാനം നേടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ശൂദ്രനല്ല, ബ്രാഹ്മണനാണ്. ബ്രാഹ്മണൻ അയാളുടെ ബ്രഹ്മജ്ഞാനം നേടുന്നില്ലെങ്കിൽ, അനൃതം പ്രവർത്തിക്കുന്നെങ്കിൽ, അസത്യം പറയുന്നെങ്കിൽ, അയാൾ അധർമ്മം പ്രവർത്തിക്കുന്നുവെങ്കിൽ അയാൾ ബ്രാഹ്മണനല്ല, ശൂദ്രനാണ്. ഈ മറുപടി സ്വീകാര്യമായതുകൊണ്ടാണ് കാലമാകുന്ന സർപ്പം ഭീമസേനന്റെ ജീവൻ തിരിച്ചു കൊടുക്കുന്നത്. ഇത് വേറെ നേരത്തെ പറഞ്ഞ മാർക്കണ്ഡേയന്റെ ദർശനത്തിന് നേരെ എതിരായിട്ടുള്ള ദർശനമാണ്. അതും മഹാഭാരതത്തിന്റെ ഭാഗം തന്നെയാണ്. ഇത് പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ മഹാഭാരതത്തിന്റെ കാലത്തിന് ശേഷം നമ്മൾ കുറച്ചു കാലം കഴിഞ്ഞ് നോക്കുമ്പോൾ കാണുന്നത്, ഗുപ്തകാലത്തിനൊക്കെ ശേഷം ഇന്ത്യയിലെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്, മാർക്കണ്ഡേയ മഹർഷി മുന്നോട്ട് വെച്ച ചാതുർവർണ്ണ വ്യവസ്ഥ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഹിന്ദുമതത്തിന്റെ ഉള്ളിലുള്ള വ്യവസ്ഥയായിട്ട് മാറുകയും സമൂഹം അങ്ങനെ 4ആയിട്ട് വിഭജിക്കപ്പെടുകയും മാത്രമല്ല അതിന്റെ പുറത്തു നിൽക്കുന്ന ജാതി വ്യവസ്ഥയ്ക്ക് പുറത്തു നിൽക്കുന്ന സാധാരണ മനുഷ്യരായിട്ടുള്ള ആൾക്കാർ, അയിത്തജാതിക്കാരും ദളിതരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ മനുഷ്യന്റെ പരിഗണന പോലും ലഭിക്കാതിരിക്കുകയും അങ്ങനെ ദുരന്തപൂരിതമായിട്ടുള്ളൊരു സാമൂഹ്യ വ്യവസ്ഥ നൂറ്റാണ്ടുകളോളം ഇന്ത്യയിൽ നിലനിൽക്കുകയും ചെയ്യുകയാണ്. അപ്പോഴും ആദ്യം മഹാഭാരതത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ അവതരിപ്പിച്ച ധർമ്മം എന്ന് പറയുന്നത് കർമ്മമാണ്, മനുഷ്യന്റെ ജന്മമല്ല. ധർമ്മമനുസരിച്ച് പ്രവർത്തിക്കുന്ന ശൂദ്രനാണെങ്കിൽ അയാൾ ബ്രാഹ്മണനാണ് എന്ന് സ്ഥാപിക്കുന്ന കാലസർപ്പത്തിന്റെ നിലപാട് അവിടെ നിൽക്കുന്നുണ്ട്. സമാന്തരമായിട്ടുള്ള വേറൊരു നിലപാടാണ് ഇവിടെ പറയുന്നത്, ജിതസ്വർഗ പുണ്യവാക് ബുദ്ധി കർമ്മഭി. നിങ്ങൾ സ്വർഗം നേടുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നിങ്ങൾ ബ്രാഹ്മണനായിട്ട് ജനിച്ചോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല. നിങ്ങൾക്ക് പുണ്യമായിട്ടുള്ള പ്രവൃത്തി ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ വാക്ക് ശുദ്ധമായിരുന്നോ? നിങ്ങളുടെ ബുദ്ധി നേർത്തതായിരുന്നോ? തെളിച്ചമുള്ളതായിരുന്നോ? നിങ്ങളുടെ കർമ്മം നല്ലതായിരുന്നോ? അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് സ്വർഗം, ജിതസ്വർഗം, നിങ്ങൾ സ്വർഗം നേടാൻ പോകുന്നത് എന്ന് പറയുന്ന ഈ ഒരു നിലപാട്. പുതിയ കാലത്ത് ഈ രണ്ടാമത് പറഞ്ഞ നിലപാടിനെ, ജാതി വ്യവസ്ഥയ്ക്ക് എതിരായിട്ട് പറഞ്ഞിരിക്കുന്ന നിലപാടിനെ, കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യന്റെ ശ്രേഷ്ഠത കൽപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞിരിക്കുന്ന നിലപാടിനെ, അഹിംസയാണ് പരമമായ ധർമ്മം എന്ന് പറയുന്ന നിലപാടിനെ പുറത്തു കൊണ്ടുവരേണ്ട ഒരു കാലമാണ്. അതിനെ പുനഃപ്രക്ഷേപണം ചെയ്യേണ്ട ഒരു കാലമാണ്. അത്തരത്തിൽ ഒരു വ്യാഖ്യാനം, അതിന് പ്രാധാന്യം നൽകിക്കൊണ്ടൊരു പഠനവും വ്യാഖ്യാനവും ഒക്കെ മഹാഭാരതത്തിന് ഉണ്ടാവണം എന്നാണ് പുതിയ കാലം നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ മരണത്തിന് ശേഷം ശരീരം ഉപേക്ഷിച്ചവരൊക്കെ സ്വർഗത്തിലെത്തുമെന്ന അവകാശവാദത്തെ മാറ്റി നിർത്തിയാൽ പോലും, അങ്ങനെ സ്വർഗത്തിലെത്തുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അടിസ്ഥാനമായിട്ട് എടുക്കുന്ന പരിഗണന, അതിൻ്റെ ഒരു അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് വ്യക്തിയുടെ ജാതിയോ കുലമോ വംശമോ ഒന്നുമല്ല, അദ്ദേഹത്തിൻ്റെ പുണ്യമായ വാക്കും ബുദ്ധിയും കർമ്മവും പ്രവൃത്തിയും ഒക്കെ തന്നെയാണ്.
മഹാത്മാക്കളായ ഭീഷ്മരും ദ്രോണരും ധൃതരാഷ്ട്രരും വിരാടനും ദ്രുപദനും ദൃഷ്ടകേതുവും ജയൽസേനനും ദുര്യോധനപുത്രന്മാരും കർണപുത്രന്മാരും ശകുനിയും ഘടോത്കജനും മറ്റു നിരവധിയായ വീരന്മാരും ഏതു ലോകത്തിലേക്കാണ് മരണാനന്തരം ചെന്നെത്തിയത്? അവർ സ്വർഗത്തിലെത്തിയെങ്കിൽ എത്ര കാലമാണ് സ്വർഗത്തിൽ അവർ വസിച്ചത് എന്നൊക്കെ വിവരിക്കാൻ ജനമേജയൻ വൈശമ്പായനോട് ആവശ്യപ്പെട്ടു. വേറൊരു കാലത്തിലാണ് വ്യാസശിഷ്യനായ താങ്കൾക്ക് അതേക്കുറിച്ചൊക്കെ അറിവുണ്ടാകുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ്, ആ ഉറപ്പിന്മേലാണ് ജനമേജയൻ വൈശമ്പായനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ജനമേജയൻ എങ്ങനെ ചോദിച്ചിരുന്നു എന്നും അതിന് വൈശമ്പായൻ മറുപടി പറഞ്ഞു എന്നും മഹാഭാരതത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നത് സൂതനായ ഉഗ്രശ്രവസ്സാണ് വേറെ ഒരു സന്ദർഭത്തിൽ വെച്ച്. എന്ന് വെച്ചാൽ മഹാഭാരതത്തിന്റെ ആഖ്യാനം ആരംഭിച്ച ഇടത്തിൽ തന്നെ തിരിച്ചെത്തുന്നു എന്നർത്ഥം. അപ്പോൾ നമ്മൾ മഹാഭാരതം ആദ്യം ആരംഭിച്ചത് ശൗനകന്റെ യജ്ഞവേദിയിൽ വെച്ചിട്ട് ഉഗ്രശ്രവസ് എന്ന് പറയുന്ന സൂതൻ കഥ പറയാൻ ആരംഭിക്കുകയാണ്. അദ്ദേഹം പറയുന്ന കഥ അദ്ദേഹം കേട്ടിരിക്കുന്നത് ജനമേജയന്റെ രാജസദസ്സിൽ വെച്ച് വൈശമ്പായനൻ, വ്യാസന്റെ ശിഷ്യനായ വൈശമ്പായനൻ ജനമേജയനോട് പറയുമ്പോഴാണ്. അപ്പൊ അത് കഴിഞ്ഞ് ഈ ലക്ഷത്തിലേറെ വരുന്ന ശ്ലോകങ്ങളിലൂടെ പല സ്ഥലത്തും സഞ്ചരിച്ച് 18 പർവ്വങ്ങളിലൂടെ പല സ്ഥലത്തും സഞ്ചരിച്ച് ആഖ്യാനത്തിന്റെ പല തന്ത്രങ്ങളും ഉപയോഗിച്ച് നേരത്തെ നമ്മൾ വിശദീകരിച്ച പോലെ ഫോർവേഡും ഫ്ലാഷ് ഫോർവേഡും ഫ്ലാഷ് ബാക്ക്വേഡും ഒക്കെ ഉപയോഗിച്ച് അവസാനം കഥ ഒരു കേന്ദ്രത്തിലേക്ക്, ചരടുകളൊക്കെ വലിച്ചു മുറുക്കുന്ന ഒരു കേന്ദ്രത്തിലെത്തുമ്പോൾ ആദ്യം കഥ പറഞ്ഞു തുടങ്ങിയ ഈ ശൗനകന്റെ യജ്ഞവേദിയിലുള്ള ഈ ഉഗ്രശ്രവസിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചെത്തുന്നു എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഗന്ധവ്യം കർമ്മണാമന്തേ സർവേണ മനുജാധിപ ശൃണു ഗുഹ്യ ഇദം രാജൻ ദേവാനാം ഭരതർഷഭ യത് ഉവാച മഹാതേജ ദിവ്യചക്ഷു പ്രതാപവാൻ മുനി പുരാണ കൗരവ്യ പാരാശര്യോ മഹാവ്രത അഗാധബുദ്ധി സർവജ്ഞോ ഗതിജ്ഞ സർവകർമ്മണാം. സ്വർഗാരോഹണ പർവ്വത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ ശ്ലോകം. കർമ്മത്തിന്റെ അഥവാ ജീവിതത്തിന്റെ ഒടുവിൽ എല്ലാ മനുഷ്യർക്കും അവരവരുടെ തനത് അവസ്ഥയിലേക്ക് തിരിച്ചെത്താൻ സാധിച്ചു കൊള്ളണമെന്നില്ല. കർമ്മങ്ങൾ അവരെ ബാധിക്കുമെന്നർത്ഥം. അല്ലയോ ഭരതർഷഭ, ദേവന്മാർക്കു പോലും അറിയാത്ത ഈ രഹസ്യം മഹാതേജസ്വിയും ചക്ഷുവും പ്രതാപവാനും മഹാവ്രതനും പരാശരപുത്രനും പുരാണനുമായ വേദവ്യാസൻ ആ രഹസ്യം എന്നോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അക്കാര്യം ഞാനിപ്പോൾ താങ്കളോട് പറയാം എന്നാണ് വൈശമ്പായനൻ ജനമേജയനോട് പറയുന്നത്, കഥ പറഞ്ഞ് കൊടുക്കുന്നത്. അപ്പോൾ ദേവന്മാർക്ക് പോലും ഗുഹ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതാർക്കറിയാം? വേദവ്യാസന് അറിയാം. ഇതാണ് പറയുന്നത്, വൈശമ്പായൻ സ്ഥാപിക്കുന്നത്. എങ്ങനെയായിരിക്കും ദേവന്മാർക്ക് പോലും അറിയാത്ത കാര്യം ഒരു കവിക്ക് അറിയണമെങ്കിൽ എന്താണ് അതിൻ്റെ കാര്യം? അല്ലെങ്കിൽ അത് മറയാൻ ശ്രമിക്കുന്നത് എന്താണ്? ആ ബിംബഭാഷ മാറ്റിവെച്ചാൽ എന്താണ് അത് സ്ഥാപിക്കുന്നത്? ഒരൊറ്റ വഴിയുള്ളൂ. കവി സങ്കല്പിച്ചുണ്ടാക്കിയ ഒരു കാവ്യത്തിലെ കഥാപാത്രങ്ങളാണെങ്കിൽ ദേവന്മാർക്ക് പറയാൻ പറ്റില്ല അവരുടെ ഭാവി എന്തായിരിക്കുന്നു. അവിടെ കവിരേവ പ്രജാപതി എന്ന് കാളിദാസൻ പറഞ്ഞു. അപാരേ കാവ്യസംസാരേ കവിരേവ പ്രജാപതി എന്ന വ്യാഖ്യാനം അവിടെ അർത്ഥപൂർണ്ണമാണ്. കവിക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം അത് കവിയുടെ ലോകമാണ്, കവി സൃഷ്ടിച്ച ലോകമാണ്, വ്യാസൻ സൃഷ്ടിച്ച ലോകമാണ് മഹാഭാരതത്തിന്റെ ലോകം. അതുകൊണ്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ആർക്കേ പറയാൻ പറ്റൂ? വ്യാസന് മാത്രമേ പറയാൻ പറ്റൂ, ദേവന്മാർക്ക് പറയാൻ പറ്റില്ല. അതാണ് പറയുന്നത്. ഗന്ധവ്യം കർമ്മണാമന്തേ സർവേണ മനുജാധിപ ശൃണു ഗുഹ്യമിതം രാജൻ ദേവാനാം ഭരതർഷഭ. ദേവന്മാർക്ക് പോലും ഗുഹ്യമായിട്ടുള്ള, ദേവന്മാർക്ക് പോലും രഹസ്യമായിരിക്കുന്ന, അല്ലെങ്കിൽ ദേവന്മാർക്ക് പോലും അറിയാത്ത ഈ രഹസ്യം പരാശരപുത്രനായിരിക്കുന്ന വേദവ്യാസൻ പറഞ്ഞത് ഞാൻ പറയാം എന്നാണ് പറഞ്ഞത്. അതിന്റെ മറ്റൊരർത്ഥം, ഇത് ദേവന്മാരുടെ ലോകമല്ല, ദേവന്മാർ സൃഷ്ടിച്ച ലോകമല്ല, ഇത് മനുഷ്യർ സൃഷ്ടിച്ച ലോകമാണ്. മനുഷ്യൻ സൃഷ്ടിച്ച കാവ്യത്തിന്റെ ലോകത്തിലെ കഥാപാത്രങ്ങളെ കുറിച്ചാണ് ഞങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ്. പാണ്ഡവരും കൗരവരും യുദ്ധം ചെയ്യുന്ന നിരവധി വീരന്മാരും വേദവ്യാസന്റെ കാവ്യത്തിലെ കഥാപാത്രങ്ങളായതിനാൽ അവർക്ക് മരണാനന്തരം എന്ത് സംഭവിച്ചു എന്ന് മറ്റാരെക്കാളും നന്നായി അറിയാവുന്നത് വേദവ്യാസന് തന്നെയായിരിക്കും. ദേവന്മാർക്കത് പറയാൻ സാധിക്കില്ല. അഥവാ കവി നിശ്ചയിക്കുന്ന വിധിക്കനുസരിച്ചായിരിക്കും കഥാപാത്രങ്ങളുടെ ഭാവി എന്നർത്ഥം. യാഥാർത്ഥ്യങ്ങളെക്കാളും അധികം സാങ്കല്പികമായ അംശങ്ങളാണ് മഹാഭാരതത്തിലും അതിൻ്റെ കഥാപാത്രങ്ങളുടെ ജീവിതത്തിലും ഉള്ളത് എന്ന് ബിംബഭാഷയിൽ പറയുകയാണ് ഇവിടെ വൈശമ്പായനൻ. ഗതിജ്ഞ സർവകർമ്മണാം എന്ന് തീർത്തു പറയാൻ സാധിക്കുന്നത്
ആ കഥാപാത്രങ്ങളുടെ കർമ്മങ്ങൾ എന്താവണം എന്ന് നിശ്ചയിച്ചത് വേദവ്യാസൻ അഥവാ കവി ആയതുകൊണ്ട് തന്നെയാണ്. സർവകർമ്മങ്ങളിലെയും ഗതി എന്താണെന്ന് ജ്ഞാനമുള്ളവനാണ് വേദവ്യാസൻ. മഹാഭാരതത്തിലെ ഈ പറയുന്ന രാജാക്കന്മാരുടെയും ഈ കഥാപാത്രങ്ങളുടെയും വീരന്മാരുടെയും ഒക്കെ ഗതി എന്താണ്, അവരുടെ ജീവിതത്തിലെ ഗതി എന്താണ്, അവരുടെ എല്ലാ കർമ്മങ്ങളുടെയും ഗതി എന്താണ്, അനന്തരഫലം എന്താണ് എന്ന് അറിയുന്ന ആളാണ് വേദവ്യാസൻ. കാരണം അത് നിശ്ചയിച്ചിരിക്കുന്ന വ്യാസനാണെന്നർത്ഥം, അല്ലെങ്കിൽ കവിയാണെന്നർത്ഥം. വ്യാസൻ എന്ന് പറഞ്ഞ ഒരു കവി ആയിക്കോണമെന്നില്ല. നിരവധി കാലങ്ങളിലും നിരവധി ദേശങ്ങളിലുമായിട്ട് ജനിച്ച നിരവധി കവികളെ കുറിച്ചായിരിക്കാം ഒരുപക്ഷെ പറയുന്നത്. എന്താണെങ്കിലും കവി സങ്കല്പത്തിലുള്ളതാണ് ഈ കഥാപാത്രങ്ങളുടെ ജീവിതം എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ. ഭീഷ്മർ അഷ്ടവസ്തുക്കളിൽ ഒരാളായിരുന്നു എന്നും അദ്ദേഹം അതേ അവസ്ഥയിലേക്ക് തിരിച്ചുപോയി എന്നുള്ള കഥയൊക്കെ പറയുന്നുണ്ട്. ആ കഥയുടെ ഒക്കെ വിശദാംശങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച ചർച്ച ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. നേരത്തെ പറഞ്ഞൊരു കാര്യം വീണ്ടും പറയുകയാണ്. പുസ്തകത്തിൻ്റെ കോപ്പി ആവശ്യമുള്ള ആളുകൾക്ക് മാതൃഭൂമി ബുക്ക് സ്റ്റാളിൽ നിന്ന് കിട്ടും. അതല്ലെങ്കിൽ 9446289621 എന്ന നമ്പറിലേക്ക് 1000 രൂപ ഗൂഗിൾ പേ ചെയ്താൽ പോസ്റ്റലായിട്ട് അയച്ചു തരുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം.